أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. കഴിഞ്ഞ മാസം ഖുദാമുൽ അഹ്മദിയും അവരുടെ വായനയ്ക്ക് വേണ്ടി നിശ്ചയിച്ച ഗ്രന്ഥം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ മിൻഹാജ് താലിബി എന്ന പ്രഭാഷണം ആയിരുന്നു. അതിനെക്കുറിച്ച് രണ്ട് ഡിസ്കഷനുകൾ രണ്ട് മർക്കസിന് നടന്നു. അതിൽ ഉള്ളൊരു പരാമർശം, മിൻഹാജ് താലിബിൻ മനസ്സിലാകണമെങ്കിൽ അതിന് നജാത്തി എന്നും ഇർഫാനുല്ലാഹി എന്നും രണ്ട് ഗ്രന്ഥങ്ങൾ അതിന് മുമ്പുള്ളത് മനസ്സിലാക്കണം, എങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം റളിയല്ലാഹു തആല പ്രഭാഷണത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും മിൻഹാജ് താലിബിൻ്റെ ക്ലാസ് ഒരു 4 കൊല്ലം മുമ്പ് നമ്മൾ പലതവണയായിട്ട് നടത്തിയതാണ്. ആ സമയത്ത് തന്നെ ഞാൻ ഈ നജാത്തിനെയും ഇർഫാനിലാഹിയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ക്ലാസ് എടുത്തിരുന്നത്. പക്ഷെ അന്നില്ലാത്തവരും പിന്നീട് ഇവിടെ വന്നിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ ചിലർ അതിന് ആ നിലയിൽ അന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും നജാത്തി എന്ന ഗ്രന്ഥം ക്ലാസ് രൂപേണ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. കൂടാതെ അവരാവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും മറുഭാഗത്ത് മിൻഹാജ് താലിബിൻ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അനിവാര്യതയുമുണ്ട്. അതിനെ പരിഗണിച്ചുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഏതാണ്ട് ചില ക്ലാസുകൾ നജാത്ത് എന്ന മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ 1922 ഡിസംബറിൽ ജൽസസാലിന് ചെയ്ത ഒരു പ്രഭാഷണത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നജാത്തി എന്ന പദത്തിന് മോക്ഷം എന്നാണ് വാക്കിനർത്ഥം. മോക്ഷത്തെക്കുറിച്ച് പല വീക്ഷണങ്ങളും പല സമയങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്. അതിന് പലപ്പോഴും ജമാഅത്തിൽ തന്നെ മോക്ഷത്തെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഗ്രന്ഥം വായിക്കാത്ത ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള കുറവുകളും അതിൽ കാണാൻ സാധിക്കുന്നു. ചില സമയങ്ങളിൽ ആ കുറവുകൾ മറ്റു ചില ദോഷകരമായിട്ടുള്ള നിലകളിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വാസ്തവത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വം കഴിഞ്ഞാൽ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മോക്ഷം. മോക്ഷത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും ചർച്ച ചെയ്യുന്നു. ഈശ്വരവാദത്തിൽ പ്രാധാന്യം കൊടുക്കാതെ, അതായത് അള്ളാഹ് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിലില്ല, ഏതായാലും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടതിന് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന മതവാദികളുണ്ട്. അതായത് ബുദ്ധമതം അതിന്റെ തുടക്കത്തിൽ ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നുവെങ്കിലും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നുവെങ്കിലും ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇപ്പം യുക്തിവാദ ചിന്താഗതിക്കാരായ ആളുകൾ ചിലർ അവരുടെ ഫിലോസഫിക്കലായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നീണ്ടുകൊണ്ട് അതിൽ നിന്ന് സംസ്കരിച്ചെടുത്ത മറ്റൊരു യുക്തിവാദം കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് അദ്വൈതവാദികളിലും നമ്മൾ കാണുന്നു, ഹിന്ദുക്കളിലെ ചില സമുദ്ധാരണ പ്രസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഞാൻ അതിൻ്റെ വിഷയത്തിലേക്കല്ല പോകുന്നത്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്, ഇപ്പോൾ യഹൂദിയാകട്ടെ, ആസ്ട്രേലിയയിലുള്ള വളരെ പുരാതനമായ മതങ്ങളാവട്ടെ, അതല്ല ജപ്പാനിലുള്ള മതസിദ്ധാന്തങ്ങൾ, അതായത് ഏറ്റവും ചിരപുരാതനമായ മതസിദ്ധാന്തങ്ങളുള്ള ജപ്പാനിലുള്ള മതത്തിന്റെ വക്താക്കളാവട്ടെ, ജൂതരാവട്ടെ, ക്രൈസ്തവരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ഞാൻ ഈ പറഞ്ഞ മത ചിന്താഗതിയിൽ അധിഷ്ഠിതമായ നിരീശ്വരവാദികളാവട്ടെ, ആരാണെങ്കിലും മോക്ഷത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു വീക്ഷണമുണ്ട്. അതിനുവേണ്ടി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അവരവരുടെ ആളുകളെ ബോധവൽക്കരിക്കുന്നുമുണ്ട്. മോക്ഷത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 4-5 കൊല്ലം ഏകദേശം 10 കൊല്ലത്തോളമായിട്ട് പ്രത്യക്ഷപ്പെട്ട മറ്റൊരു സംഗതി, സ്പിരിച്വാലിറ്റി അഥവാ സ്പിരിറ്റ്, റൂഹിനെ അനലൈസ് ചെയ്യുകയും അവ സ്പിരിച്വലായിട്ട് മനുഷ്യനെ എങ്ങനെ ഉയർത്താമെന്നുള്ള ഇതിലും ഈ മോക്ഷം എന്ന പദം പ്രയോഗിക്കാതെ മനുഷ്യന്റെ പുരോഗതിക്കൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം അവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, അവന്റെ ഉള്ളിലുള്ള അവന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ അവൻ എങ്ങനെ പര്യാപ്തനാക്കാം എന്ന നിലയിലുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് അതിന്റെ മറ്റൊരു വശവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടൊക്കെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് മനുഷ്യന് ഒരു ഉഴുതുമറിച്ചിട്ട നിലം പോലെയാണ് മനുഷ്യന്റെ മനസ്സ് അഥവാ അവന്റെ ഹൃദയം, അവന്റെ ബുദ്ധി. ഞാനിതൊക്കെ പദങ്ങൾ ബോധപൂർവം തന്നെയാണ് ഉപയോഗിച്ചത്. മനസ്സെന്ന് പറഞ്ഞാലും ബുദ്ധി എന്ന് പറഞ്ഞാലും ഹൃദയം എന്ന് പറഞ്ഞാലും എല്ലാം അർത്ഥമാക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഞാനിത് ഈ പദത്തെ പ്രയോഗിക്കുന്നത്. അതിന് ബ്രെയിനിലാണ് ഇപ്പോഴത്തെ സ്പിരിച്വൽ സയൻസുകാർ കൂടുതൽ അതിന് പ്രാമുഖ്യം നൽകുന്നത്. സയന്റിഫിക്കായിട്ട് അതിനുള്ള കാരണങ്ങൾ വെക്കുന്നുണ്ട്. അതെന്തോ ആ ചർച്ചയിലേക്ക് ഇപ്പം ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഉഴുതുമറിച്ച നിലത്ത് നമ്മൾ കുറെ കഴിയുമ്പോൾ അതിൽ കുറെ വിത്തുകൾ കാറ്റത്തും വെയിലത്തും വന്ന് പെടുകയും അതിലത് മുളച്ചു പൊന്തി ഒരു കാടായി മാറുകയും ചെയ്യും. അതേസമയം ആ ഉഴുതുമറിച്ച നിലത്തെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് അതേ ചെടികൾ തന്നെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടികൾ പ്ലാനോട് കൂടിയിട്ട് നടുകയാണെങ്കിൽ അതൊരു ഗാർഡനായി മാറും. നമ്മളിലുള്ള നമ്മുടെ കഴിവുകളെ ഒരു പ്ലാൻ ചെയ്യാത്തതിന്റെ പേരിൽ പലപ്പോഴും അധികം ആളുകളിലും അതൊരു കാടായിട്ടാണ് അവരുടെ കഴിവുകൾ കാണുന്നത്. കാടായിട്ട് വരുമ്പോൾ നമ്മൾ കാട്ടിൽ കാണുന്ന ഒരു സംഗതി, ചില ചെടികൾ വളരാൻ കഴിയാതെ മറ്റ് ചെടികളുടെ ഇടയിൽ അമർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വളരേണ്ട ചെടികൾ മറ്റ് അനാവശ്യമായിട്ടുള്ള ചെടികൾക്കിടയിൽ പെട്ടുപോയിട്ട് അതിന് മേൽപോട്ട് ഉയരാൻ സാധിക്കാതെ അത് മുരടിക്കുകയും അനാവശ്യമായ ചെടികൾ അതിന് അതിജയിച്ച് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന് നമ്മളുടെ കുട്ടിക്കാലം മുതൽ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല തന്നെ ഉദ്ധരിക്കുകയാണെങ്കിൽ മിൻഹാജ് താലിബിനനുസരിച്ച് 7 വയസ്സ് വരെ നമ്മളിൽ ഫീഡ് ചെയ്യപ്പെട്ട, അതായത് കുട്ടികൾ കേൾക്കും ഉറക്കത്തിൽ, പകുതി ഉറക്കത്തിൽ നമ്മൾ പുറത്തുനിന്ന് പല സംഗതികൾ കേൾക്കും. അത് നമ്മൾ കേട്ടെങ്കിലും നമ്മളത് അനലൈസ് ചെയ്യാറില്ല, കേട്ട് ഫീഡായി പോകും. പക്ഷെ ഉറക്കം എണീറ്റാൽ ഓർമ്മ ഉണ്ടാവും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ കൂർക്കം വലിക്കുന്നവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അടുത്തുനിന്ന് അവൻ സംസാരിക്കും, ഉടനെ വർത്താനം പറയും. കൂർക്കം വലിക്കുന്ന ഉറങ്ങിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തെങ്കിലും അവരെ കുറിച്ച് സംസാരിച്ചാൽ അവരുടനെ തന്നെ മറുപടി പറയും, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നും പറയും. അത് ഒരു പകുതി ഉറക്കത്തിലുള്ള സമയമാണ്. ആ സമയത്ത് കേൾക്കുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അനലൈസ് ചെയ്യും. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് കയറി പോകുമ്പോൾ അവിടുന്ന് കാര്യങ്ങൾ കേൾക്കും, പക്ഷെ അത് കേട്ടതും കേൾക്കാത്ത ഒരുപോലെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഒരു അലാറം അടിക്കാൻ നമ്മൾ എണീക്കും. ഉറക്കത്തിന് പല സ്റ്റേജുകളുള്ളത് പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെയും ഇങ്ങനെ തന്നെ നമുക്ക് വളരെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചില കാര്യങ്ങൾ അത് അകത്ത് ഫീഡ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നിശ്ചിത ഒരു വയസ്സെത്തുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്.
ഒരു ഈ രംഗത്ത് പഠനം നടത്തിയ ഒരാളുടെ കണക്കനുസരിച്ച് 20 ലക്ഷം മാത്സ് പല വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. അതിലെ 135, അതായത് ഒരു ദിവസത്തിൽ 135 കാര്യങ്ങൾ മാത്രമേ നമ്മൾ അനലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടിക്കാലത്ത് ഈ കയറി ഇറങ്ങുന്ന 135 അനലൈസ് ചെയ്യുന്നില്ല, അങ്ങനെ വന്നിട്ട് 1 2 അനലൈസ് ചെയ്യും, അങ്ങനെ പോകും, ബാക്കിയൊക്കെ അവിടെ കിടക്കണം. ഇതേപോലെ ഏതോ സമയത്ത് നമ്മളെ മൈൻഡിൽ ഇട്ട് തന്നിട്ടുള്ള കുറെ സംഭവങ്ങളാണ് നമ്മൾ ഇപ്പൊ കാടായിട്ട് വളർന്നിട്ടുള്ള നമ്മളിലുള്ളത്. അതിനെ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അതിനെ ഉദ്ധരിച്ചു. അതിനെങ്ങനെയാണ് വിവരിച്ചത്? ഒരു തീയെ വെണ്ണീറിനകത്ത്, ചാരത്തിനകത്തുള്ള തീയെ കണ്ടാൽ ചാരാണ്, വെണ്ണീറാണ്, അതിൽ തീ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അതിനനുകൂലമായിട്ട് കാറ്റടിച്ചാൽ ആ തീ അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതേപോലെ നമ്മളൊരു 7 വയസ്സ് വരെ, അതല്ല മറ്റൊരു ഹദീസിനെ പരിഗണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ 10 വയസ്സ് വരെ, 10 വയസ്സ് കഴിഞ്ഞാൽ നമസ്കരിച്ചിട്ടില്ല അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഉത്തരവാദിത്വം നമുക്കില്ല, അവരുടേതായ നിലയിലാണ് ജീവിക്കുന്നത്. ബാക്കി അല്ലാഹ് അവരോട് ചോദിക്കും എന്നാണ് മുസ്ലിം മുതൽ ഇസ്ലാമിന്റെ പ്രഖ്യാപന. അതായത് കുട്ടികൾ 21 വയസ്സായി 22 വയസ്സുള്ള അവരെ തച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല വന്നു. എന്നുവെച്ചാൽ അടിക്കാനുള്ള അധികാരമല്ല, അവരെ സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ വയസ്സല്ല ഇപ്പോൾ പറഞ്ഞു വന്നത്. ഈ 10 വയസ്സ് വരെ എന്ന് വേണമെങ്കിൽ മുസ്ലിം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ എടുക്കാം. അതായത് മുസ്ലിമോട് പറഞ്ഞ് തെറ്റെന്നല്ല പറഞ്ഞത്, അത് 7 വയസ്സ് വരെ ഫീഡ് ചെയ്യപ്പെട്ട തന്നെയാണ്. കുട്ടി എന്താണോ ആകുന്നത് ആയിത്തീരുന്നു. അത് മിൻഹാജ് താലിബിൽ വായിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു 10 വയസ്സ് വരെ അതിനെ ഒന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുന്ന സമയത്ത് കേൾക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയ അവലോകനക്കാർ പറയുന്നത് 12 വയസ്സ് വരെ എന്നാണ്, നമ്മൾ ടീനേജിലേക്ക് കയറുന്ന സമയം വരെ. അതെന്തോ ആവട്ടെ, ഈ സമയത്ത് നമ്മളിൽ ഫീഡ് ചെയ്യപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് കാടായി വളർന്നു നിൽക്കുന്നത്. കാടിനെ പറിച്ച് നിലം കംപ്ലീറ്റ് ഉഴുതു മറിച്ച് ചിട്ടപ്പെടുത്തി രണ്ടാമത് അതിൽ ഒരു റീപ്ലാന്റേഷൻ നടത്തുകയാണ്, പുതുതായിട്ടൊരു കൃഷി ചെയ്യുകയാണ് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഇർഫാനെ ഇലാഹി കൊണ്ടും നജാത്ത് കൊണ്ടും മിൻഹാജു താലിബീൻ എന്ന 3 പ്രഭാഷണങ്ങളിലൂടെ നമ്മളോട് ചെയ്യും. അത് ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലയിൽ നമുക്കതിന് മനസ്സിലാക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളെ കാണാനാണ്. അതല്ലാതെ ഇതൊരു ഇൽമിയായിട്ട്, ഒരു വൈജ്ഞാനികമായിട്ട് എന്തൊരു കാര്യമാണ്, അതുകൊണ്ട് അത് കണ്ടുപിടിച്ചു കളയാം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ഇപ്പോൾ ഉള്ള നിലയിൽ നമ്മൾ കംപ്ലീറ്റ് ഉഴുതു മറിച്ച് ആ കാട് കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു, ആ വെട്ടിക്കളയുന്ന കാട് അതിന് വളമായിട്ട് തീരുന്നുമുണ്ട്. പിന്നീട് പുതിയൊരു പ്ലാന്റേഷനാണ് ഖലീഫത്തുൽ മസീഹ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ആമുഖത്തിലാണ് നിങ്ങൾ ഈ പുസ്തകത്തെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടത്. കാരണം മോക്ഷം എന്നുള്ളത് ഇത്രയും കൂടുതൽ മറ്റു മതങ്ങൾ ചർച്ച ചെയ്യാൻ കാരണം അതിനെന്തായാലും ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽ, മനുഷ്യന്റെ പ്രകൃതത്തിൽ അതുണ്ട്. ഇല്ലെങ്കിൽ മറ്റു മതങ്ങൾക്ക് ഇത്രയും ശക്തിയായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യ പ്രകൃതത്തിലുള്ളതാണ് തനിക്ക് മോക്ഷം വേണമെന്നുള്ളത്. പക്ഷെ മോക്ഷം എന്തിൽ നിന്ന് എന്നതിനെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനെ കുറിച്ചും മതങ്ങൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളിലാണുള്ളത്. അതിൽ ഒരു വിഭാഗം പറയുന്നത് ശിക്ഷകളിൽ നിന്നുള്ള, ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അപ്പൊ ബുദ്ധിസ്റ്റ്, അവരെ പിന്നെ ഇപ്പോഴുള്ള ബുദ്ധിസ്റ്റ് വാസ്തവത്തിൽ ദൈവവിശ്വാസികളല്ല, പക്ഷെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് മനുഷ്യന് യഥാർത്ഥത്തിലുള്ള മോക്ഷം എന്നവർ വാദിക്കുന്നു. അതിന് അതേപോലെ തന്നെ അദ്വൈതവാദികളായിട്ടുള്ള ചില ആളുകൾ, ബ്രഹ്മസമാജികളായിട്ടുള്ള ചില ആളുകൾ, അവരും തങ്ങൾ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് മോക്ഷം, അതിനുവേണ്ടി നമ്മൾ നമ്മെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു നിലപാടിലാണുള്ളത്. അതിൻ്റെ ഒന്നും വീക്ഷണത്തിലേക്ക് പോകാൻ നിവൃത്തിയില്ല. അവരുടെ പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്, അവരുടെ വ്യവച്ഛേദിച്ചിട്ടുള്ള പ്രവർത്തന പദ്ധതികളുണ്ട്. അതൊക്കെ വിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം അവർക്ക് എല്ലാ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കണം. അതിന് പിന്നെ ആവർത്തിതമായിട്ട് മനുഷ്യനിവിടെ പുനർജന്മം മനുഷ്യൻ ലഭിക്കുന്നുവെന്നും ആ ജന്മത്തിലൂടെയാണ് അത് സഫലമാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ തത്വശാസ്ത്രമുണ്ട്.
അത് ഇന്ത്യൻ മതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മൊത്തം ഒരു പുനർജന്മത്തിലൂടെയാണ് ഈ ശിക്ഷകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയത്ത് ക്രൈസ്തവതയുടെ അധിഷ്ഠിതമായിട്ടുള്ള തത്വശാസ്ത്രം അനുസരിച്ച് അവരുടെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടലാണ്. പക്ഷെ ആ മോക്ഷം അവരും പറയുന്ന ശിക്ഷകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താണ്. ആദം ചെയ്ത പാപത്തിനാൽ മനുഷ്യൻ മുഴുവൻ പാപികളായി തീർന്ന് അവരുടെ ആ പാപത്തിൽ നിന്നുള്ള മോചനമാണ് യേശു മുഖേന കാൽവരി ക്രൂശിൽ പരിശുദ്ധ രക്തമൊഴുക്കി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നവർ പറയും. ജൂതന്മാര് അവർക്ക് മാത്രമാണ് മോക്ഷം ലഭിക്കുന്നത്. അതും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ശിക്ഷകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ലഭിക്കുന്ന വേറൊരു മോക്ഷത്തെക്കുറിച്ചും അവരുടെ വാദം അത് ഖുർആനും എടുത്തു പറയുന്നുണ്ട്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമുക്ക് എവിടെ മതങ്ങൾ എന്ത് പറഞ്ഞാലും അത് എനിക്കെന്താണ് അതുകൊണ്ട് കാര്യം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മതത്തിന്റെ എത്ര വലിയ തത്വശാസ്ത്രമായിട്ട് ഇസ്ലാമികമായിട്ടും ശിക്ഷകളിൽ നിന്നുള്ള മോചനം മാത്രമല്ല. അത് ഞങ്ങൾക്ക് പറയാതെ വെച്ചത് അത് പിന്നീട് പറയാം. അതാണല്ലോ പറയാനുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഞാൻ മാറ്റിവെച്ചത്. അപ്പോൾ മനുഷ്യന് മോക്ഷത്തെക്കുറിച്ച് എന്ത് തന്നെ ചർച്ച ചെയ്താൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു സ്വാഭാവികമാണ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ബന്ധമുണ്ടാവും ഇങ്ങനെ ബന്ധമുണ്ടാവും, അത് എനിക്കെങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഒത്തിരി കാര്യമൊന്നുമില്ല. ആർക്കെങ്കിലും ബന്ധമുണ്ടായിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല. എന്റെ റബ്ബ് അതല്ലെങ്കിൽ എനിക്ക് എന്റെ റബ്ബ് എന്നോട് എങ്ങനെ പെരുമാറും, അതിനെനിക്ക് ഇത് വഴി എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് ഈ കാര്യം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അക്കാര്യത്തിൽ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് അതിന്റെ ഇൽമി പെഹൽ എന്ന് പറയും, അതായത് വൈജ്ഞാനിക ഭാഗം. മറ്റൊന്ന് അമലി പെഹൽ എന്ന് പറയും. സുസാനി എന്ന് കൊടുത്ത പേര് അതിന്റെ കർമ്മപരമായിട്ടുള്ള അതിന്റെ പ്രവർത്തന പദ്ധതി. അതിലെ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് കർമ്മപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ശ്രദ്ധയില്ലാത്തത്. ഇപ്പോ നിങ്ങളൊരു കാര്യത്തിന് വിളിച്ചാൽ അവരെ കിട്ടാത്തത് വിവരമില്ലാത്തതുകൊണ്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. നമസ്കരിച്ചത് കൊണ്ട് എന്താണ് അതിന്റെ വൈജ്ഞാനികമായിട്ടുള്ള അതിന്റെ കാര്യം അറിയാതെ ഇമോഷണലായിട്ട് ഒരു രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യം നമസ്കരിക്കും, 4 പ്രാവശ്യം നമസ്കരിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ പാഷൻ എന്ന നിലയിൽ 4 പ്രാവശ്യം നമസ്കരിക്കാം. അതല്ലെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ മർഹൂം യൂസുഫ് അലി സാഹിബ് പറയാറുണ്ട്, മുട്ടുമ്പ സെല്ലി എട്ടുമ്പ സെല്ലി എന്നിങ്ങനെ കുറെ സെല്ലികൾ പറയുന്നത്. എട്ടുമ്പ സെല്ലി പറഞ്ഞാൽ 8 ദിവസം കൂടുമ്പോൾ ജുമാക്ക് നിസ്കരിക്കുന്നത്. മുട്ടുമ്പ സെല്ലി പറഞ്ഞാൽ 4 ആൾ കൂടിയ നിസ്കരിക്കല്ല നിവൃത്തിയില്ലാത്തത്. ആണ്ടുമ്പ സെല്ലി പറഞ്ഞാൽ പിന്നെ പെരുന്നാക്കും നോമ്പിനൊക്കെ വരുമ്പോഴുള്ള നമസ്കാരം. അപ്പൊ അത് പിന്നെ ആ നിലക്കുള്ള നമസ്കാരങ്ങൾ ഉണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് കണിശമായിട്ട് നമസ്കാരത്തെ അവലോകനം ചെയ്തുകൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു നമസ്കാരം എന്തിനു കൊടുത്തോ അത് കിട്ടാത്തത് നമസ്കാരത്തെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മോക്ഷം എന്ന് പറയുമ്പോൾ മോക്ഷത്തെക്കുറിച്ചുള്ള നജാത്തിനെ സംബന്ധിച്ച് വൈജ്ഞാനിക വശത്തെക്കുറിച്ച് വിവരമില്ലെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടാൻ നിവൃത്തിയില്ല. നമ്മൾ അതിന് വേണ്ടി പണിയെടുക്കില്ല. പലപ്പോഴും പലരും പലവിധത്തിലുള്ള വീക്ഷണങ്ങളൊക്കെ എന്ത് ചെറിയ പ്രശ്നങ്ങൾ നോക്കുന്നു. ഒരു ചെറിയൊരു പ്രശ്നം അതിനെക്കുറിച്ച് ഒരു 4 അഭിപ്രായം പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുള്ള ആൾക്ക് ഏതെല്ലാം വിധത്തിലുള്ള വിവരങ്ങളാണ് ഇവർക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അവര് പറയും ഇവർ വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത് തന്നെ കരുതുള്ളൂ, ഇതിൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രവൃത്തി നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അത് വേണ്ട എന്ന് വാദിക്കുന്ന ആളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ല എന്നാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി പല ആൾക്കാരും വാദിക്കും. അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വിവരം എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഒരു വശം വൈജ്ഞാനികമായിട്ടുള്ള കാര്യമാണെങ്കിൽ മറ്റൊരു വശം പ്രാവർത്തികമായിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ ഇടയിൽ പരാമർശിക്കേണ്ടായി, ഇത് പ്രകൃതത്തിൽ മനുഷ്യപ്രകൃതത്തിലുണ്ട്. മനുഷ്യപ്രകൃതത്തിലുള്ള ഈ ഉത്തരത്തിന് പലരും പലവിധത്തിലുള്ള മറുപടികൾ നൽകിയിട്ടുണ്ട് മോക്ഷത്തെക്കുറിച്ച്. അതിനെ മുസ്ലിം എന്ന് പറയാണ്, ഇൽഹാമിന്റെയും വഹീന്റെയും അടിസ്ഥാനത്തിലല്ലാത്ത എല്ലാ മറുപടികളും അബദ്ധങ്ങളാണ്. ബാക്കി ആരെങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ളൂ കംപ്ലീറ്റ് അപകടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇൽഹാമിന്റെയും വഹീന്റെയും അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് യഥാർത്ഥത്തിലുള്ള ജ്ഞാനമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതോടുകൂടി ബാക്കിയെല്ലാ ചർച്ചകൾക്കും വിരാമം വിട്ട് നമുക്ക് ഇൽഹാമിന്റെയും വഹീന്റെയും ആ അടിസ്ഥാനത്തിലുള്ള വിവരണത്തെക്കുറിച്ച് അന്വേഷിക്കാം. ഇതിൽ മുസ്ലിം തന്നെ പറഞ്ഞ ഒരു സംഗതി ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്തു പറയട്ടെ. നജാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ അപ്പോൾ നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ഹാജരാകുന്നതും ക്ലാസ്സിലിരിക്കുന്നതും മറ്റൊക്കെ പലരും പല വിധത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ
ജമാഅത്തിയ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാറില്ല. അപ്പോൾ നമ്മളെ വിവരക്കേട് എത്രമാത്രം ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യമായി. ഹദത്ത് മുസ്ലിമ റളിയല്ലാഹു തആല നജാത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ സംഭവം. കഴിഞ്ഞ വർഷം ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു പദ്ധതി ഇട്ടിരുന്നു. ജമാഅത്ത് പദ്ധതിക്ക് ഹുസൂറിന്റെ മുമ്പിൽ വെച്ച് ഹുസൂർ അതിന് അനുമതി കൊടുത്തു. അതിങ്ങനെയായിരുന്നു: ഒരു വർഷം 15 ജുസ് ഒരു മാസം കൊണ്ട് പഠിക്കാം. കുറച്ച് ആളുകൾ ഒരു മാസം കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു 15 ജുസ് കംപ്ലീറ്റ് എന്താണെന്ന് പഠിക്കുക. അതിന് മുസ്ലിം മതത്തിന്റെ ദിവസം കൊടുക്കും. പിന്നെ അടുത്ത വർഷം അടുത്ത 15 ജുസ് പഠിക്കും. അങ്ങനെ പദ്ധതി ഇട്ടിട്ട് 100ഓളം ആളുകൾ കാദിയാനിലെത്തി അത് പഠിക്കാൻ തുടങ്ങി. അതിന് ഹുസൂർ പറഞ്ഞത് നമ്മളിപ്പോ ദർസുകൾ കൊടുക്കുന്നത് ഖുർആന്റെ ദർസുകൾ കൊടുക്കാതെ ജമാഅത്തിനെ സജീവമാക്കാൻ നിവൃത്തിയില്ല. അത് ദർസ് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനുള്ള ആളുകൾ ഉണ്ടാക്കാൻ മുസ്ലിം അത് കൊടുത്ത പദ്ധതി എന്താണ്? ഒരു മാസം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം വരിക, അടുത്ത വർഷം പിന്നെ 100 വരാം. സാധാരണക്കാരനെയാണ് വിളിച്ചത്. ഇവിടെ മുസ്ലിം അത് കഴിഞ്ഞ വർഷം വന്നവരെ കുറിച്ച് അവലോകനം ചെയ്തുകൊണ്ട് പറയണം. 100ഓളം ആളുകൾ വന്നു. അവരുടെ അധ്വാനത്തെ എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. 8 മണിക്കൂറും 7 മണിക്കൂറും ക്ലാസ്സിലേ ഇരുന്നവർ പഠിച്ചു ഈ ഒരു മാസം നിരന്തരം. എന്നിട്ട് അവരുടെ പരീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് രാത്രിയും പഠിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും മറ്റു ചർച്ചകളും ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അവർക്ക് തയ്യാറാകേണ്ടി വന്നു. അങ്ങനെ മുസ്ലിമോദ് ആ പദ്ധതി വിജയിച്ചതായിട്ട് അടുത്ത പ്രഭാഷണത്തിൽ പറയണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പൂർവികന്മാരുടെ ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കൽ എന്തോ ഒരു വലിയ പണിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തനി വിഡ്ഢിത്തമാണ്. അതിൽ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ വണ്ടി മാറി കയറിയ ആൾക്കാരാണ്. കാരണം ഈ വണ്ടി കയറിയ ആളുകൾ മുമ്പുണ്ടായിരുന്നത് അങ്ങനെയുള്ള ആളുകളായിരുന്നു. അതിന് കാരണം നമ്മൾ കാടായിട്ട് വളർന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതിന് തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിന് ഒരു യഥാർത്ഥത്തിലുള്ള നില ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം റളിയല്ലാഹു തആല പറയാണ് ഇസ്ലാം പറയുന്ന മോക്ഷത്തിന്റെ ശിക്ഷകളിൽ നിന്നുള്ള രക്ഷ, അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി, ദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷ എന്ന് മാത്രമല്ല, മറിച്ച് അതിന് ഖുർആൻ ഉപയോഗിച്ച പദം ഫലാഹ് എന്നാണ്. ഫലാഹ് എന്നാൽ അതിനർത്ഥം വിജയം എന്ന് അർത്ഥമുണ്ട്. ഞാനതിന് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയം കൈവരിച്ചു, വിജയം ഒരാളിൽ നിന്ന് എടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മോക്ഷം എന്നുള്ളത് ശിക്ഷയിൽ നിന്ന് സ്വയം രക്ഷപ്പെടലാണ്. അതേസമയത്ത് രക്ഷപ്പെടൽ മാത്രമല്ല, മറ്റൊന്നിനെ വാങ്ങലും കൂടിയതാണ് ഫലാഹ് എന്നുള്ളത്. നജാത്ത് എന്ന പദം ഖുർആൻ പ്രയോഗിക്കുന്നില്ല, ഫലാഹ് എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൈവരിക്കൽ കൂടിയാണ് ഇസ്ലാമികമായിട്ടുള്ള മോക്ഷം. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പോയിന്റാണ്. അതില് ഫലഹ എന്ന പദത്തെ മസീമോദ് വ്യാഖ്യാനിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവാം. കാരണം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ മസീമോദ് പറഞ്ഞൊക്കെ കേൾക്കുന്ന ആളുകളായിരുന്നു അന്ന് ഈ പ്രഭാഷണം. അവർക്ക് എളുപ്പമുണ്ട് മനസ്സിലാവാം. നമ്മൾ അതിനെ കുറച്ച് ബാക്കിൽ നിന്ന് വന്നെങ്കിലുള്ളൂ മനസ്സിലാക്കാൻ കഴിയും. ഒരു സഹാബത്തിനോടും താബീങ്ങളോടാണ് മുസ്ലിമോദ് സംസാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നിലവാരം അതല്ലാത്തതുകൊണ്ട് അതിനെ കൂടി ഇടയിൽ വെച്ചാൽ കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കും. ഫലഹ എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നതിനെയാണ് പറയുന്നത്. വാക്യത്തിന് ഫലഹ എന്നുള്ള പദത്തിനർത്ഥം മസീഹ് മൗഊദ് ഇസ്ലാം തജ്ഞാനത്തിനും തന്റെ തൗസിയ മറാമിൽ പറയുന്നു ഉഴുത് മറിക്കുക എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് നമ്മുടെ മൈൻഡിനെ ഉഴുതു മറിച്ചിട്ട് അതിലാണ് വിത്തിടേണ്ടത് എന്ന് പറയുമ്പോൾ മസീഹ് മൗഊദ് ഇസ്ലാം അതിനെ വളരെ ശക്തിയായിട്ട് എടുത്തു പറയുന്നു. ഇസ്ലാം തജ്ഞാനത്തിലും അത് എടുത്തു പറയുന്നുണ്ട്, തൗസിയ മറാമിലും എടുത്തു പറയുന്നുണ്ട്. തൗസിയ മറാമിൽ അത് എടുത്തു പറഞ്ഞ അതിൽ ഞാൻ അടുത്ത സമയത്ത് അത് അറബിയിൽ ക്ലാസ്സുള്ള അറബി പറഞ്ഞു, ഉറുദുവിലാണ് സാധ്യതയുള്ളത്. അതിൽ വിത്തിടുകയാണെങ്കിൽ ആ വിത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ വരും. യഥാർത്ഥത്തിൽ മനുഷ്യനുള്ള ഈ ഒരു നിലത്തെ അവൻ ഉഴുതുമറിച്ചാൽ അതിലാണ് അവൻ വിത്തിടേണ്ടത്, അതിലാണ് അവൻ കൃഷി ചെയ്യേണ്ടത്. ആ കൃഷിക്കാണ് അവൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് സേചനം ചെയ്യേണ്ടത്. ആ വിത്താണ് അവന്റെ ഈമാൻ. ആ വിത്തിനെ അതിലിട്ടുകൊണ്ട് അതിന് സൽക്കർമ്മങ്ങൾ കൊണ്ട് സേചനം ചെയ്യുകയാണെങ്കിൽ അത് വളർന്ന് വലുതായി വരും. അതിനാദ്യം എന്ത് ചെയ്യണം? കീറി മുറിക്കണം.
കീറി മുറിച്ച് അതിന് ഫലഹ എന്നുള്ള പദം വരുന്നത് അതിലുള്ള കല്ലും മുട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനെ പക്വമായ ഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ഖുശൂഇൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് എന്ന്, അത് മറ്റൊരു സബ്ജക്റ്റിന് ഞാൻ നേരത്തെ എടുത്ത ക്ലാസ് ഇബ്രാഹിം അഹമ്മദിന്റെ സബ്ജക്റ്റ് ഉണ്ട്, അതോടെ കൂട്ടി യോജിപ്പിച്ചാൽ അതെങ്ങനെ എന്നുള്ള കാര്യം അവിടെ മനസ്സിലാവും. ഖുശൂഉള്ള ആളുകൾ എന്താണ് അതിന് ശേഷം ചെയ്യുന്നത് എന്ന് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ തിരിച്ചു വരട്ടെ. അപ്പൊ ഫലാഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം. ആ ഫലാഹ് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. ആ ഫലാഹിലേക്ക് എത്താനാണ് നജാത്ത് എന്ന് പറയുന്നത്. നജാത്തിന് അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ താരീഫ്, അതിനെ കുറിച്ചുള്ള നിർവചനം ഇസ്ലാമികമായിട്ട് പറയുമ്പോൾ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും അതിനുശേഷം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹപൂർണമായ ഒരു ജീവിതം നയിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട്, അതിന് വേണ്ടിയാണ് നമ്മളെ പടച്ചത്. ആ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് ഫലാഹ് അഥവാ മോക്ഷം എന്ന് പറയുന്നത്. അതല്ലാതെ കഴുകി ശുദ്ധീകരിച്ച് ഒരാളെ വൃത്തിയാക്കി വെച്ചത് മാത്രമല്ല, വൃത്തിയാക്കി വെച്ച പാത്രത്തിൽ വീണ്ടും നല്ല സാധനങ്ങൾ നിറച്ചുകൊണ്ട് അതിനെ നിർഭരമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഫലാഹ് എന്നുള്ളത്. ഇനി മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഇതിനെ വിഭജിച്ചുകൊണ്ട്, മുസ്ലിമുകളുടെ സാധാരണ പ്രഭാഷണങ്ങളിലുള്ള ഒരു ബന്ധത്തിൽ വിഭജിച്ച് കളയും. 1, 2, 3, 4 അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് കൂട്ടത്തിലെ ആൾക്കാരുടെ എണ്ണാൻ പറ്റില്ല. വരിക്ക് നിർത്തിയിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും. അതേപോലെ അത് ഓർക്കാൻ എളുപ്പമുണ്ട് ഈ കാര്യം. അതിൽ ഒന്നാമത്തെ നജാത്ത്, അതിനെ പല വിധത്തിൽ വിഭജിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഹുസൂർ പറയുന്നു, നജാത്ത് की एक पहली किस्म जिसे आदना कहना चाहिए. മോക്ഷത്തിലെ ഒരു ഭാഗം എന്നുള്ളത് അതിനെ നമ്മൾ വളരെ ചെറുതെന്ന് പറയാൻ പറ്റുള്ളൂ, വളരെ താഴ്ന്ന പടിയിലുള്ള മോക്ഷമാണ്. ആ മോക്ഷത്തില് ഉള്ളത് എന്താന്ന് വെച്ചാൽ ദുന്യവിയായിട്ടുള്ള അദാബുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഭൗതികമായ ലോകത്തുള്ള ശിക്ഷകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ദുന്യവിയായിട്ടുള്ള ദുരിതങ്ങളെ കുറിച്ച്, ഏതൊക്കെയാണ് ദുന്യവിയായിട്ടുള്ള ദുരിതങ്ങൾ? പല ദുന്യവിയായിട്ടുള്ള ദുരിതങ്ങളുണ്ട്. അതിനെ മുസ്ലിം റളിയല്ലാഹു തആല പറയാണ്, അതിന് 5 വിധത്തിൽ ഞാനതിനെ വീതിക്കുകയാണ്. ഞാനത് വീതിക്കുമ്പോൾ വീതിച്ച് വലുതാണെന്ന് ആലോചിക്കല്ല, നമ്മുടെ മേത്ത് ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ആ 5 വിഭാഗത്തിലുള്ള ഒന്ന് ശാരീരികമായിട്ടുള്ള അദാബുകളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്നുള്ള രക്ഷയാണ്. അതായത് ചില ദുഃഖങ്ങളും ദുരിതങ്ങളുടെയും പ്രതികരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചില രോഗങ്ങളും മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടായിരിക്കും. അതിൽ നിന്നുള്ള മോക്ഷമാണ് ഒരു മോക്ഷം, ശാരീരികമായിട്ടുള്ള മോക്ഷം. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഋണബാധിതരായിട്ടുള്ള ആളുകളുടെ കഷ്ടങ്ങളിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുക എന്നതാണ് രണ്ടാമത്തെ മോക്ഷം. അതായത് ഭൗതികമായിട്ടുള്ള ലോകത്ത് നടക്കുന്ന മോക്ഷങ്ങളിൽ നിന്ന്, അതിന്റെ ആദ്യത്തെ ഇതിലെ 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യൻ മോചിതനാവുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് മുസ്ലിം റളിയല്ലാഹു തആല എന്ന് പറയാണ് അദാബൽ ഹൂൻ, അതായത് ബേഇസ്സത്തി എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിന്ദ്യതയും അതേപോലെ അപമാനങ്ങളും നമുക്കുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. സമൂഹത്തിൽ നിന്ദ്യരാകുന്ന അവസ്ഥ, അപമാനങ്ങളിൽ അകപ്പെടുന്ന അവസ്ഥ, അത്തരത്തിലുള്ള അദാബുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മോക്ഷം കൊണ്ടുദ്ദേശിക്കുന്നു. നാലാമതായിട്ട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നത്, അതായത് നമ്മുടെ ഇസ്സത്തിന് മുകളിൽ, നമ്മുടെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും നമ്മുടെ ജീവിതത്തിൽ നേർക്കുനേരെയുള്ള അറ്റാക്കുകൾ ഉണ്ടാവും അപമാനിതരാക്കുന്നതിന് വേണ്ടി. അത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നുള്ള മോചനം. നാലാമത്തെ കാര്യം ഹസ്രത്തുകളുടെ, അതായത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഇല്ലാതായിരുന്നുവെങ്കിൽ എന്ന് നമുക്കൊരു ആദി കയറുന്നുണ്ട്. ഭയങ്കരമായിട്ട് മനുഷ്യന് അത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള വിഷമം മനസ്സിനിട്ട് ഹസ്രത്ത് എന്ന അതിന് ഉറുദുവിൽ പറയും. അതായത് ആദി പിടിച്ചു നടക്കുന്ന അവസ്ഥ. എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് കഷണ്ടി ആണെങ്കിൽ അത് നേരാക്കാനൊന്നും ആയിരിക്കും പറ്റില്ല.
കഷണ്ടി അല്ല ആക്രമത്തിന്റെ ഇത്, അയാളുടെ കയ്യിലല്ല അത്. അയാളുടെ സ്വന്തം പിന്നെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ, അയാൾക്ക് മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള, അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയതെന്തുകൊണ്ട് എന്നുള്ള നിലയിലുള്ള അദാബുകളിൽ നിന്നുള്ള മോചനം, അതും മോക്ഷമാണ്. ഇതൊക്കെ എങ്ങനെ എന്ന് മുസ്ലിം മതത്തിനെ പറയുന്നത് തൽക്കാലം അതിന്റെ വകഭേദങ്ങളെ കുറിച്ച് തിരിച്ചറിയുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. യൗമ യൗമു ളാലിമു അലാ യദൈഹി എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നത്, അതായത് അക്രമികൾ കൈകടിക്കുന്ന രംഗം. അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈകടിക്കുന്ന രംഗം അറബിയിലുള്ള ഒരു ഫേസാണ്. കൈകടിച്ച് നിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൈമ കടിച്ച് അമർത്തിയിട്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ചെയ്യും. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ വേറെ വല്ലതും ചെയ്തു പോകും. പക്ഷെ നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയും. ഇതാണ് ഹസ്രത്ത് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ അതിന്റെ വിഭാഗത്തെക്കുറിച്ച് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അടുത്ത വിഭാഗം ചിന്തകളുടെ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടാതെ പരന്ന് കിടക്കുന്ന ചിന്തകൾ. അത് നമുക്ക് ചിന്തയെ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പല വിധത്തിൽ അതിന് ചിന്ത, ഇതിൽ ചിന്ത, മറ്റൊരു ചിന്ത, ഇതിൽ ചിന്ത, ഒന്നിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ കഴിയില്ല. ഇതൊരു അദാബാണ്, ഇതൊരു ശിക്ഷയാണ്. ഇതിൽ നിന്നുള്ള മോചനം, ഈ 5 വിധത്തിലുള്ള ശാരീരിക ശിക്ഷകളിൽ നിന്നുള്ള മോചനം കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഭാഗം പറയാണ്. ഇത് 7 ടൈപ്പ് ഉണ്ട്. അതില് രണ്ടാമത്തത് പറയുന്ന അഖായിദ് വമീർ, അതായത് നമ്മുടെ വിശ്വാസപരമായിട്ടും നമ്മുടെ മനസാക്ഷി സമ്മതിക്കാത്ത കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തുകൊണ്ടുള്ള ചില അലാപങ്ങൾ. ഇപ്പൊ ദൈവം 3 3-ൽ 1 1-ൽ 3 എന്നൊക്കെ പറയുമ്പോൾ ഇത് മനസാക്ഷി ഒരിക്കലും സമ്മതിക്കൂല, കണക്കുകൾ സമ്മതിക്കൂല, അത് നടക്കൂല. അപ്പൊ അങ്ങനെ ഇപ്പൊ നിയോഗ് എന്നുള്ള ഹിന്ദുക്കളിലെ ഉള്ള ആചാരത്തെക്കുറിച്ച് മുസ്ലിം അത് അവർക്ക് വളരെ മനസാക്ഷി കുത്തുള്ള ഒരു സംഗതിയാണ്. ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് റസൂലുള്ളാഹിയുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുന്നു, അല്ലെ മസീമയുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുന്നു. അല്ല, അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നുന്ന ആൾക്കാർ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അഖീദയുടെ പരമായിട്ടുള്ള കാര്യങ്ങൾ, അത് വമീറിന്റെ അദാബാണ്, അത് ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഇതിനൊക്കെ കാരണം വിവരക്കേടാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് നീങ്ങാം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നമ്മളുടെ ഒരു വിവരം നമ്മളെ ഈ വിധത്തിൽ കൊണ്ടുവരുന്നത്, അതായത് ഒരു ഇൻഫർമേഷൻ, എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു വിവരമാണ് നമ്മളെ ആദ്യം അതിലേക്ക് നയിക്കുന്നത്. അത് ഏത് കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന കുറെ ഇൻഫർമേഷൻ, കുറെ വിവരങ്ങൾ നമ്മളെ മനസ്സിൽ വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പരത്തുകയും ഇതിൽ എളുപ്പമാണ് ഒറ്റ നെക്കിയ ദുനിയയിൽ ഒക്കെ എത്തും. സോഷ്യൽ മീഡിയയുടെ സൗകര്യമുള്ളതുകൊണ്ട് അതെന്തായാലും നമുക്ക് ഉടനെ തന്നെ ഒരൊറ്റ നെക്കിയാലുള്ളൊരു ഉറക്കം വരിക. അങ്ങനെ കുറെ രോഗികളായിട്ടുള്ള ആളുണ്ട്, ആരൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നൊന്നും ആലോചിക്കുന്നില്ല. എന്ത് കൊടുത്താലും ആരും എങ്ങനെ വേണമെങ്കിലും ഡിസ്റ്റർബ് ആയിട്ട് നമുക്കെന്ത പ്രശ്നമുണ്ട്. ഒരുത്തൻ ചിലപ്പോ അവന്റെ പെങ്ങള് മരിച്ചതൊരു കാറപകടത്തിലായിരിക്കും, അപ്പൊ ഒരു കാറപകടം ഉണ്ടായത് എടുത്തിട്ട് അവൻ അയച്ചു കൊടുക്കും. പിന്നെ അവൻ അതുകൂടി ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചു അവൻ ഏത് അവസ്ഥയിലാണെന്ന് നോക്കൂല, എടുത്തിട്ട് അയക്കുന്ന പണി കുറെ ആൾക്കാർക്കുണ്ട്. അപ്പൊ ഈ ഷെയർ ചെയ്യുന്ന വലിയ കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അതൊരു ഗീബത്തിന്റെയും അതേപോലെ തന്നെ പരദൂഷണത്തിന്റെയും മറ്റൊരു വിധം കൂടിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള ഗ്രൂപ്പുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ദമീറിന്റെ അദാബ്, മനസാക്ഷിയുടെ അദാബ്, അദാബിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വിവരം വേണം. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരം വേണം. വിവരം അനാവശ്യമായിട്ട് നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തെ മൊത്തം സ്പോയിൽ ചെയ്യുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് നമ്മൾ മാറി നിൽക്കണം, ആനുഷംഗികമായി ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നത് ദമീറിന്റെ അദാബ്. രണ്ടാമത്തത് മനസാക്ഷി അംഗീകരിക്കാത്ത വിശ്വാസ കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കേണ്ട ദുർഗതി. മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നു, പാപങ്ങൾ ചെയ്തു അതല്ലെങ്കിൽ ദുഷ്കൃത്യങ്ങൾ ചെയ്തു അതിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കാതിരിക്കുക. പാപങ്ങളും ദുഷ്കർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അദാബാണ്, ഒരു ശിക്ഷയാണ്. ആ ശിക്ഷയിൽ നിന്നുള്ള മോചനവും എന്താണെന്ന് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. നാലാമത്തേത് പാപം ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ പാപത്തിലേക്കുള്ള ചായ്വ് എപ്പോഴും മനസ്സിലുണ്ട്.
പാപം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ പാപത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമില്ല, താൻ വിട്ടു നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിലും അതിലേക്കുള്ള ചായ്വ്, മേലാൻ എന്ന് പറയുന്നത്, അതിലേക്കുള്ള ചായ്വ് ഉണ്ടെങ്കിൽ അതിൽ സന്തോഷം ഉണ്ടാകാൻ നടക്കുന്ന കാര്യത്തിൽ അതും ഒരു ശിക്ഷയാണ്. നേരത്തെ ചെയ്ത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, അതിന് മാറി നിന്നാലും അതിലേക്ക് ചാഞ്ഞു പോകാനുള്ള എല്ലാ അവസ്ഥയുണ്ട്. ഇപ്പൊ സിനിമ കാണണ്ട എന്നുള്ള എല്ലാവർക്കും അതും കാണൂല, പക്ഷെ കാണുന്ന കൂടി കാണുന്ന ഇഷ്ടമാണ്. അങ്ങനെ ഉള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിനെയും ഒരു അതാപാണ്, അതിൽ നിന്നുള്ള രക്ഷ. അഞ്ചാമത്തേത്, ചില പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തബഈ നതായിജ് എന്ന് പറയും. അതിന്റെ പ്രകൃതിയുടെ പരിണിതിയായിട്ട് ലഭിക്കുന്ന ചില ശിക്ഷകളുണ്ട്. അതിന് മനുഷ്യൻ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് മോക്ഷത്തിന്റെ മറ്റൊരു വശമാണ്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള പാപം, ഒരാൾ വടിയെടുത്തിട്ട് തലക്കടിച്ചാൽ ആ അടിക്കുന്ന ആള് ഉടനെ തന്നെ അതിനെ എതിർക്കാൻ വരും. അതതിന്റെ തെബീനെത്തിക്കാൻ. നമ്മളൊരാളോട് ദുനിയാവിൽ ആരോട് കുതിരടിച്ചാലോ അങ്ങനെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും. മോശപ്പെട്ടൊന്ന് നോക്കുകയും ചെയ്താൽ അതേമാതിരി തന്നെ അത് തിരിച്ച് നോക്കാനേ നിങ്ങൾ നോക്കിയമാര് നോക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ നോക്കിയമാര് നോക്കിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തില നമ്മൾ അറിയിക്കും നമ്മുടെ നോട്ടം ശരിയായിട്ടില്ല എന്നുള്ളത്. ആനുഷംഗിക ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു പോകാം. കാരണം ഇത് നജാത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ കുറേ ദിവസമാവും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇടയിലൊരു കാര്യം പറഞ്ഞു പോകാം. അപ്പൊ നമ്മളോടൊരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഒരു കുരുത്തക്കേട് ചെയ്താൽ, നമ്മൾ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നമ്മളോടൊരുത്തം മിണ്ടിയില്ല, അല്ലെ നമ്മളൊരാളെ കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെ പണ്ടൊക്കെ സമയത്ത് എഴുതിയിട്ടില്ല കല്യാണത്തിന് വിളിച്ചോളും കുറിക്കല്യാണം കൂടിയൊക്കെ വന്നിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഒരാളെ നമ്മൾ കല്യാണം വിളിച്ചിട്ട് വന്നിട്ടില്ല, അപ്പൊ പിന്നെ എന്താ ചെയ്യില്ല, അയാളെയും വിളിക്കണ്ട. ഒരാൾ നമ്മളെ കണ്ടപ്പോൾ മിണ്ടാതെ പോയി, അപ്പൊ അയാളെ കണ്ടാൽ നമുക്ക് ഇനി മിണ്ടണ്ട. ഇവിടെ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ അയാൾ ചെയ്തത് തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളുടെ മനസ്സ് നല്ലതായിരുന്നു, ഇത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു മനസ്സാണ്, നല്ലൊരു മനസ്സാണ്. അതിനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കിയിട്ട് അയാളെ മനസ്സിലെടുത്ത് വെച്ച്, അതായത് അയാളെന്താ ചെയ്ത് വെച്ചാൽ അത് തന്നെ തിരിച്ചു ചെയ്യുമ്പോൾ ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വ്യക്തിത്വം നമുക്ക് തന്നൊരു വിശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഈഗോ എന്ത് ചെയ്ത് നമ്മളെ മറച്ചു വെച്ച്, ആ നല്ല വിശുദ്ധ മനസ്സിനെ ഈഗോ മറച്ചു വെച്ചതാണ്. അഹങ്കാരം വേറെ കാരണമൊന്നുമില്ല. അഹങ്കാരം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അതിനെ നല്ല മനസ്സിനെ മറച്ചു വെച്ചപ്പോൾ അയാളാണ് പിന്നെ നമുക്ക് കാണുന്നത്. അതെടുത്തിട്ട് നമ്മളതാക്കി. അയാൾ നമ്മളോട് സലാം പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പറഞ്ഞില്ല. അതേ സമയത്ത് അയാളോട് അങ്ങോട്ട് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ പിറ്റേന്ന് അയാളുടെ മനസ്സ് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇയാൾ നഷ്ടപ്പെടും വേണ്ട, ഇയാൾക്ക് അത് തലയിലിട്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങോട്ട് സലാം പറയാത്തവനോട് ഇത്തരം അങ്ങോട്ട് സലാം പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോകാം. അതേ സമയത്ത് അവനകത്തിരുന്ന് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആശങ്കയോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു എന്താ ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്ത തവണ കാണുമ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാല് തവണ ആകുമ്പോൾ അത് ഇല്ലാതെയാവും, ഉള്ള പ്രശ്നം ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്ന സ്വഭാവത്തെ വർദ്ധിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുമ്പോൾ ഒരു ഫലവനും ഉണ്ടാവില്ല എന്ന് മലക്കളൊക്കെ വെറുതെ തിരിക്കുക, അവരുടെ ദുആ കേട്ടിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാനും മലക്കൾ പറയുന്ന പണി നോക്കട്ടെ എന്ന് പറയുമോ. അപ്പൊ ആ ഒരു ഇടയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ പരിണിതികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളത്, അതിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളത് മറ്റൊരു മോചനമാണ്. ആറാമത്തെ മോക്ഷം, ചില പാപങ്ങൾ ചെയ്യും, അതിന്റെ ശറഈ ആയിട്ടുള്ള ചില, അതായത് ശരീഅത്ത് ഉള്ള പാപങ്ങളുണ്ട്, ദുന്യവിയായിട്ടുള്ള പാപങ്ങളുണ്ട്. അത് പിന്നീട് വിഭജിച്ച് പറയാം. അപ്പോൾ ശരീഅത്ത് പരമായിട്ടുള്ള ശിക്ഷകളിൽ നിന്ന് ചെയ്യുന്നത് സാധാരണ ഗതിയിൽ ശറഈ ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും, അതും അയാളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സ്ഥലത്ത് ഖലീഫത്തുൽ മസീഹ് ഖാനി പറഞ്ഞൊരു ഉദാഹരണം, ഒരാളുടെ കളവ് ഇറക്കി വേറൊരുത്തന്റെ കട്ട്, പക്ഷെ അയാളെ കുട്ടിയെ മരിച്ചത്. അത് ശറഈ ആയിട്ട് അള്ളാഹ് കൊടുക്കുന്ന ചില ശിക്ഷകളാണ്. അതായിട്ട് നേരിട്ട് ചിന്തിച്ചാൽ ബന്ധം ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹ് ശരീഅത്തിൻ്റെതായിട്ടുള്ള ധിക്കാരം ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിനുള്ള ശിക്ഷകൾ അള്ളാഹു നൽകും. അതിനെങ്ങനെ രക്ഷപ്പെടാം? ആ ഏഴാമത്തത് യഥാർത്ഥത്തിലുള്ള മോക്ഷമാണ്. ആ മോക്ഷത്തിലാണ് മറ്റേ ഉറുദുവിൽ ചിലരുടെ ഹാത്തിക്കെ പാവം സത്യ പാവം, ആനയുടെ കാലിൽ വെച്ച എല്ലാ കാലുകളുടെ ഉള്ളിൽ വരും. അതേപോലെ ഇത് ശരിക്ക് കിട്ടുകയാണെങ്കിൽ, അവസാനം പറയുന്ന ഏഴാമത്തെ തരത്തിലുള്ള മോക്ഷം കിട്ടുകയാണെങ്കിൽ ബാക്കി എല്ലാ മോക്ഷങ്ങളും അതിന്റെ 4 ഭാഗവും വരും. അതെന്താന്ന് വെച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള വിദൂരതയെ കാരണം ലഭിക്കുന്ന ശിക്ഷ.
ചെറിയ കാര്യം നമുക്ക് മനസ്സിലാവും. ഒരാൾ കളവ് പറയുമ്പോൾ ഹദീസ് സുനൻ ഇബ്നു മാജയിൽ വന്ന ഹദീസാണെന്ന് തോന്നുന്നു, അല്ല തിരുമതിയിലാണ്, എനിക്ക് ഓർക്കുന്നില്ല. സുനൻ ഇബ്നു മാജയിൽ തന്നെ വന്ന ഹദീസാണ്. അതിൽ ഹദീസ് ഇങ്ങനെയാണ്: പിന്നെ ഒരാൾ കളവ് പറയുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ അവിടുന്ന് 100 മൈലുകൾ അപ്പുറത്തേക്ക് ഓടിപ്പോകുന്നു. ആ കളവ് പറയുന്ന ആളുടെ അടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ നിൽക്കൂല. ഇത് അള്ളാഹുവിൽ നിന്ന് അങ്ങനെ ഒരാളിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഓടുന്നു എന്ന് പറഞ്ഞാൽ അള്ള ഓടുമ്പോൾ അതിന്റെ പിന്നാലെ ഓടണം. അള്ളാഹുവിന്റെ റഹ്മത്ത് അയാൾക്ക് ഉണ്ടാവുന്നില്ല, അവിടുന്ന് അള്ളാഹ് മാറ്റി വെക്കും. അപ്പൊ അത്തരത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വിദൂരത പല കർമ്മങ്ങളും, നമ്മൾ ചെയ്യുന്ന ചിന്തകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും നമ്മളുള്ള വ്യവഹാരങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള വിദൂരത നമുക്ക് എപ്പോഴും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതോടുകൂടി ബാക്കി എല്ലാ മോക്ഷവും നമുക്ക് ലഭിക്കും. അത് വളരെ മുസ്ലിമിന്റെ ഭാഷ പറഞ്ഞ ഊതി ഊതി കാല് വെക്കണം. പൊടിയുള്ള സ്ഥലത്ത് പൊടിയില്ലാത്ത കാല് കഴുകിയ കാല് നമ്മൾ എടുത്തു വെക്കുമ്പോൾ അവിടെ ഊതി വൃത്തിയാക്കിയിട്ട് കയറി വെക്കണം. അപ്പോൾ അത് എളുപ്പമുള്ള പണിയല്ല, അത് ഭയങ്കര പ്രയോഗമാണ്. കൊമ്പിട്ട് നിന്ന് ഊതിയിട്ട് കുനിഞ്ഞു നിന്നിട്ട് ഊതിയിട്ട് പിന്നെ കാലെടുത്ത് വെക്കുക, വീണ്ടും നിന്നിട്ട് പിന്നെയും കാലെടുത്ത് വെക്കുക, കാരണം ചില്ലറ പണിയല്ല. അത്തരത്തിലുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കുമ്പോഴാണ് ആ സമയത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇനി 7 വിധത്തിലുള്ള മോക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, അങ്ങനെ ഒരു മോക്ഷം നമുക്ക് കിട്ടുമെന്ന്. അത് മുസ്ലിം മതമില്ലാത്തവരെന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ആ മോക്ഷം നിങ്ങൾക്ക് ലഭ്യമാണ്. പൊടിയുള്ള സ്ഥലത്ത് പൊടിയില്ലാത്ത കാല് കഴുകിയ കാല് നമ്മൾ എടുത്തു വെക്കുമ്പോൾ അവിടെ ഊതി വൃത്തിയാക്കി കയറി വെക്കണം. അപ്പോൾ അത് എളുപ്പമുള്ള പണിയല്ല, അത് ഭയങ്കര പ്രയോഗമാണ്. കൊമ്പിട്ട് നിന്ന് ഊതിയിട്ട് കുനിഞ്ഞു നിന്നിട്ട് ഊതിയിട്ട് പിന്നെ കാലെടുത്ത് വെക്കുക, വീണ്ടും നിന്നിട്ട് പിന്നെയും കാലെടുത്ത് വെക്കുക, കാരണം ചില്ലറ പണിയല്ല. അത്തരത്തിലുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കുമ്പോഴാണ് ആ സമയത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇനി 7 വിധത്തിലുള്ള മോക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, അങ്ങനെ ഒരു മോക്ഷം നമുക്ക് കിട്ടുമെന്ന്. അത് മുസ്ലിം മതമില്ലാത്തവരെന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ആ മോക്ഷം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഒരു ശൈത്താനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാം. എനിക്ക് അങ്ങനത്തെ ശൈത്താനാവാം, അങ്ങനത്തെ ശൈത്താനാവാം എന്നൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അതേസമയത്ത് ഇന്നൊക്കെ മോചനം കിട്ടിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹസ്ന് തന്നെ, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു സൽധാരണ എന്റെ റബ്ബ് എനിക്ക് മോക്ഷത്തിന് വേണ്ടി കാലത്തിന്റെ ഖലീഫ മുഖേന വിവരിച്ചു തന്ന അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ആയിരക്കണക്കിന് ആളുകൾ അതിൽ മോചനം കിട്ടി, അള്ളാഹുവിന്റെ ഇൽഹാമും വഹിയും ലഭിച്ചിട്ടുള്ള ആളുകൾ ആ മുസ്ലിം മതത്തിലെ പ്രഭാഷണം കേട്ട് അതിൽ നിന്ന് പ്രഭാവിതരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞ് നമ്മൾ അത്ര ആളുകളെ കണ്ടിട്ട് തന്നെ അറിയാം. അപ്പൊ അതിനെ ഒരു വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത്. അത് മുസ്ലിം മതം പറയുന്നു, നിങ്ങൾ ഈ 7 തരത്തിലുള്ള അദാബുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ അത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഇതിലേക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള വിവരങ്ങളാണ് ഈ മുസ്ലിം മതത്തിൽ. അതിലൊന്ന് ദുന്യവിയായ അദാബുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഹിന്ദുസ്ഥാനിലുള്ള മതങ്ങളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ദുന്യവിയായിട്ടുള്ള അദാബുകളിൽ നിന്ന് അവർ രക്ഷപ്പെടും, പക്ഷെ വീണ്ടും അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കും. കാരണം പുനർജന്മത്തിൽ നടക്കുന്ന അവസാനം പോയിട്ട് ഇങ്ങനെ ഒന്ന് മാറി മാറി വരും, വീണ്ടും അങ്ങനെ തന്നെ. അതൊരു സ്ഥായിയായിട്ടുള്ളതല്ല. യഹൂദിയുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യത്തിൽ അതിന് രക്ഷപ്പെടാമെന്ന് പറയുന്നത് അത് ഒരു വിധത്തിൽ പരിശോധിക്കുമ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള പ്രയാസങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അത് ചില കാര്യങ്ങളിൽ രക്ഷപ്പെടാനും സാധിക്കും. അപ്പൊ ദുനീവിയായിട്ടുള്ള ഈ അദാബുകളെ നമുക്ക് ഒന്നുകൂടെ അതിനെ വിഭജിച്ചുകൊണ്ട് അതിലൊന്ന് അതായത് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. വയനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബുദ്ധന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കഥ വേണമെങ്കിൽ പിന്നീട് പറയാം, ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് പോകണം. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പോൾ മുസ്ലിം മതം പറയണേ, മനുഷ്യന്റെ ഒന്നാമതായി പറയാനുള്ള ഇസ്ലാം പറയുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന മനുഷ്യന്റെ ദുരിതങ്ങൾ അവന്റെ പുരോഗതിക്ക് വേണ്ടി അള്ളാഹു കൊടുത്തതാണ്, അത് ശിക്ഷകളല്ല. അതിലൊരു ഭാഗമാണ് പ്രകൃതിയിലുള്ള. അതെങ്ങനെയെന്ന് വെച്ചാൽ മനുഷ്യന് പുരോഗതി വേണമെങ്കിൽ അവൻ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിച്ചേ പറ്റുള്ളൂ.
അടുത്ത കാലത്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പരന്നു വരുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പിന്നെ പൂമ്പാറ്റയുടെ അത് പൂമ്പാറ്റ വിരിയുന്നതിന് മുമ്പുള്ള രൂപമുണ്ട്, അങ്ങനെ പുഴുമാരിയുള്ളത്. അതിനൊരു ആൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നിങ്ങനെ കുറേശ്ശെ പുറത്തേക്ക് വരും. ദിവസം 1-2 ദിവസങ്ങൾ പിടിക്കും തോന്നുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന കണ്ടിട്ട് ഒരാളെ നീ അതിൽ നിന്ന് വെട്ടിക്കൊടുത്തു. അതിന് പുറത്തേക്ക് കൊണ്ട് വരാനുള്ള സ്ഥലം ഒന്ന് വെട്ടി ഉണ്ടാക്കി, കുറച്ച് വലിപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പുറത്തേക്ക് ചാടിയപ്പോൾ നേരെ താഴത്തേക്ക് വന്നു. പിന്നെ അതിനെ നോക്കിക്കൊണ്ടിരുന്നു, കുറേ ദിവസങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അതിന് ചിറക് മുളച്ചു വരുന്നില്ല. ചിറക് ഒടിഞ്ഞ നിലയിലുള്ള കരിഞ്ഞ നിലയിലാണ്, അതിന് പറക്കാൻ കഴിയുന്നില്ല. അതേ സമയത്ത് പൂമ്പാറ്റ സ്വന്തമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നതെങ്കിൽ അത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഭൂമിയിലേക്ക് എത്തൂല, അതിന്റെ മുമ്പ് പറന്നിട്ടാണ്. കാരണം അത് ആ കഷ്ടപ്പാടിലാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ആ ഒരു പിന്നെ ചിറകിനുള്ള ശക്തി അതിന് ലഭിക്കുന്നത്. ചിറക് പൂർണ്ണമായിട്ടും മുളച്ച് അതിന് ശരിക്കുള്ള ശക്തി വരുന്നത്. അങ്ങനെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന ഒരു ശിക്ഷ കാണിച്ചത് ദുനിയാവിലുണ്ട്. ഒരു കുട്ടി ചെറുപ്പത്തിൽ വീഴും, ഉടനെ തന്നെ ഓടിച്ചിട്ട് അതിനെ വാരിയെടുക്കും. അപ്പൊ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ എന്താ നമ്മൾ പഠിപ്പിച്ചത്? നിനക്ക് ഒറ്റക്ക് എണീക്കാൻ കഴിയില്ല എന്നാണ്. നിനക്ക് ഒറ്റക്ക് എണീക്കാൻ ദുനിയാവിൽ കഴിയില്ല എന്ന് പറഞ്ഞ് ഉമ്മാന്റെ സ്നേഹം കൂടും, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ സ്നേഹം കൂടും. ആരെങ്കിലും പോയിട്ട് അതിന് മാന്തി എടുക്കും. ഞാൻ എന്റെ ചെറിയ കുട്ടികളെ കണ്ടിട്ട് വീണാൽ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. താരയിലും പോയിട്ട് തൊട്ട എണീക്കുക, അല്ലെ അവിടെ തന്നെ നടക്കും. കള്ളത്തരം കാട്ടി തിരിഞ്ഞ് ചുറ്റിരിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ചിലവരുടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉടനെ തന്നെ നിലത്തൊരടി കൊടുത്തിട്ട് നിലത്തെ തട്ടിയ വീണ എങ്ങനെ പറഞ്ഞിട്ട് നിലത്തൊരടി കൊടുത്തിട്ട് നീക്കും, നിലത്തിന് ചീത്തറുണ്ട്. അപ്പൊ ഓൻ പിന്നെ വലുതായി കഴിഞ്ഞാൽ ഓനെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിയാൽ കയറിയിട്ട് മറ്റവനെ തല്ലണം. കാരണം കാട്ടാത്തവനെ തല്ലലാണ് ഇതിന്റെ പരിപാടിയൊന്നും പഠിച്ചിട്ടുണ്ടാവും. അതില്ലെങ്കിലും പിന്നെ ഈ ഒരു സംഗതിയിൽ കുട്ടി പഠിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ദുനിയാവിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരാണ് എന്തിനു വിട്ടാലേ അത് ശരിയാവില്ല. നീ അത് പഠിക്കാറ് അത് എനിക്ക് ശരിയാവില്ല, ഇത് ചെയ്യാൻ അത് ശരിയാവില്ല. അതിന് കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാടുമാരി വളർന്നിട്ടുള്ള തോട്ടാണെന്നുള്ളത് ആ ചെറുപ്പത്തിലെ കുഴപ്പമുണ്ടായതാണ്. അപ്പൊ ദുഃഖങ്ങളും ദുരിതങ്ങളും മനുഷ്യന് ജീവിതത്തിൽ തന്നത് നമുക്ക് ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി, നമ്മൾ വളരുന്നതിന് വേണ്ടിയാണ്. ശിക്ഷയായിട്ട് വരുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് ചർച്ച ചെയ്യും. പക്ഷെ സാധാരണഗതിയിൽ പഠിക്കുന്നൊരു കുട്ടി, ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ഒക്കെ വലിയ വലിയ ആളുകളായി. അത് പറയണം എന്താണ് സാധാരണക്കാരൻ എങ്ങനെ ആവാതിരുന്നോ, പണിയെടുത്തില്ല ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ പറയല്ലേ, സ്കൂൾ പോണ കാലത്ത് മാവിനെറിഞ്ഞ് എങ്ങനെ ഉണ്ടാവും എന്ന് പറയും. അന്ന് സ്കൂളിൽ പോകാതെ മാവുമ്മ കയറാൻ പോയി, ഇപ്പൊ മാവുമ്മ കയറിയിട്ട് നടക്കണം. പിന്നെ മാവില്ലാത്തവര് വേറെ പറഞ്ഞ മനുഷ്യൻ്റെ മെക്കിട്ട് കയറുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നു അത് നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ, പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പൊ അത്തരത്തിലുള്ള നമുക്കൊരിക്കലും ശിക്ഷയല്ല, അത് നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. വേറെ ചില പ്രകൃതിയിൽ കാണുന്നത്, പ്രകൃതിയിലുള്ള ചില കൽപ്പനകളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതിനെ നമ്മൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പരിണിതിയായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് മുസ്ലിം റളിയല്ലാഹു തആല വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, കുട്ടിക്ക് അത് അഹ്കാമ് ഹുസൂർ പറയുന്നത് അഹ്കാം के खिलाफ वर्जी की वजह से आती है, अज़ाब शरई अहकाम के खिलाफ वर्जी की सजा को कहते हैं. അതായത് നമ്മൾ പ്രകൃതിയിലുള്ള ചില കൽപ്പനകളെ ധിക്കരിച്ചാൽ പ്രകൃതിയായിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടും. പ്രകൃതിയുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് നീങ്ങിയാൽ പ്രകൃതിയിൽ നമുക്ക് അതിന് പുരോഗതി കിട്ടാതെ മാത്രമല്ല ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കണം. ഇപ്പൊ തീ പോയിട്ട് കൈയിട്ടാൽ പ്രകൃതിയുടെ കൽപ്പനയാണ് അതിൽ കൈയിടാൻ പാടില്ല, കൈയിട്ട കൈകൊള്ളും. അതേപോലെ തന്നെ ശരഈയായിട്ടുള്ള ചില കൽപ്പനകളെ ധിക്കരിച്ചാൽ ശരഈയായിട്ട് ശിക്ഷിക്കപ്പെടും. അത് രണ്ടുകൂടി കൂട്ടിക്കലർത്താൻ പാടില്ല. അപ്പൊ അതേപോലെ കൈയിടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി കൈയിട്ടുണ്ടെങ്കിൽ ശരഈയായിട്ട് അതിനുള്ള ശിക്ഷ കിട്ടും, അത് വേറെ കാര്യമാണ്. പക്ഷെ പ്രകൃതിയായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്, പ്രകൃതിയായിട്ടുള്ള ചില കാര്യങ്ങളെ ധിക്കരിക്കുമ്പോൾ, അതിനെ കൽപ്പനകളെ ഉല്ലംഘിക്കുമ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ, അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റൊന്ന് മുസ്ലിം തന്നെ പറയുന്നു, ചില ദുഃഖങ്ങളും ദുരിതങ്ങളും മനുഷ്യന് ഇഷ്ടപ്പെടാറുണ്ട്. ഒരു ഉമ്മ കുട്ടിയെ പോറ്റി രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കുമ്പോഴേ
ഒരാൾ പറയണം നീച്ചു പോകും എന്തായാലും അങ്ങനെ ഉറക്കം വെച്ചിട്ടും കുട്ടി കടന്നുറങ്ങിക്കോളും അല്ലെങ്കിൽ കരഞ്ഞോളും നിനക്ക് നീ എന്തിനും നിന്റെ ഉറക്കം കളയണം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ പറയല്ലോ സാധാരണ ലെവലിന് കുറച്ച് താഴത്തുള്ളതാണ് ചൂരെടുത്തിട്ട് രണ്ട് പേര്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, സംസ്കാരമുള്ളവരാണ് ഉണ്ടായിരിക്കും. കാരണം അവർ ആ കഷ്ടപ്പാട് ഇഷ്ടപ്പെടും. മനുഷ്യന് അങ്ങനത്തെയുള്ള കഷ്ടപ്പാടിന് ഇഷ്ടപ്പെടുന്ന അവന്റെ പ്രകൃതത്തിലുണ്ട് അങ്ങനെ ഒരു സംഭവം. ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കാനുള്ള എന്തിനാണ് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്ത് നേരിട്ട് ഉരുട്ടി കൊടുത്തിട്ട് തിന്നാൽ പോരെ എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആവശ്യം എന്താണ്? വാസ്തവത്തിൽ നമ്മൾ എന്തിനെ കഷ്ടപ്പെട്ട് നേടുന്നു അതിനോട് സ്നേഹം നമുക്കുണ്ടാവും. ആ സ്നേഹത്തെ നിലനിർത്താനാണ് ഈ കഷ്ടപ്പാടിനെ അല്ലാതെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ വില നമുക്കുണ്ടാവും. ആ ഒരു ആത്മബന്ധം അതിനോടുണ്ടാവും. കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന അതില്ലെങ്കിൽ നമ്മൾ വില കൊടുക്കാതെ നശിച്ചു. അതാണ് ലോട്ടറി ഇട്ടിട്ട് ഒക്കെ കൊണ്ട് വലിച്ചിട്ടുണ്ട് നാട് മുഴുവൻ നശിപ്പിക്കുന്നത്. കാരണം ചിലവൊന്നുമില്ലല്ലോ. ചൂതുകളിയെയും ലോട്ടറി അതിൻ്റെ മറ്റൊരു വിഭാഗമാണ്. ചൂതുകളിയൊക്കെ എതിർക്കാൻ ഇസ്ലാം കാരണം അതാണ്. അപ്പൊ നമുക്ക് അധ്വാനിക്കാതെ കിട്ടുന്നതിന് പിന്നെ ഹിന്ദു തത്വശാസ്ത്ര പ്രകാരം പറയും പിതാവിന്റെ സ്വത്ത് ഒരാൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് അത്ര അഭിലഷണീയമല്ല. സഹോദരന്റെ സ്വത്താണെങ്കിൽ അതിനേക്കാൾ അഭിലഷണീയമല്ലാത്തതാണ്. അത് ഭാര്യൻ്റെതാണെങ്കിൽ തീരെ അവന് യോജിക്കാത്തതാണ്. അവനവന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണെങ്കിൽ അതാണ് അവന് അഭിമാനകരമായിട്ടുള്ളത്. ഒരു ഹിന്ദു തത്വശാസ്ത്രത്തിലുള്ള ശ്ലോകത്തിന്റെ ഒരു തർജ്ജമ തമിഴിൽ നിന്ന് വായിച്ചത് ഓർക്കുന്നതാണ്. അപ്പൊ നമുക്കുള്ള ബന്ധം, അതിനോടുള്ള സ്നേഹവും അതിനോടുള്ള അടുപ്പവും അതിനുള്ള എൻജോയ്മെന്റ് ഉണ്ടാവുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നുണ്ട്. അതല്ല ഉരുട്ടിത്തന്ന് തിന്നുണ്ട് ആസ്വം കിട്ടും. അതുകൊണ്ട് തന്നെ മുസ്ലിമുകളെല്ലാം കുട്ടിക്കാലത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് തിന്നാൻ കഴിയുന്ന കുട്ടിനെ വായിലിട്ട് കൊടുക്കരുതെന്നാണ്. സ്വന്തം എടുത്ത് തിന്നാൻ കഴിയുന്നവനോ വായിലിട്ട് കൊടുക്കരുത്, സ്വന്തം ഇരിക്കാൻ കഴിയുന്നവനോ പിടിച്ചിട്ടാൻ നടത്തരുത്. സ്വന്തമായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കണം എന്ന് മുസ്ലിമുകൾ നമ്മളെ പറയുന്നത്. അതിടയിൽ ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള അദാബുകളിൽ നിന്ന് രക്ഷയല്ല വേണ്ടത്, അതിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ഇനി ഇപ്പൊ ഇത്രയും പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ചില കോൺട്രിബ്യൂഷൻസ് മനുഷ്യന്റെ മനസ്സിൽ വരുന്നത്. നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതിന് അറബിയിൽ ഇബ്തിലാന്ന്. അപ്പൊ പരീക്ഷണങ്ങളും ചിലത് നമ്മൾ ശിക്ഷകളുമായിട്ട് വരും. പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ അതിന് വേറെ ലക്ഷണം ഉണ്ടാവണം, ശിക്ഷയാണെങ്കിൽ വേറെ എന്ന് പറയാം. അതിന് ചില ആളുകൾ പറയാം നിങ്ങളതിന് പരീക്ഷണം എന്ന് പറയും, പക്ഷെ നമ്മളതിന് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ രണ്ടിനെയും വ്യവച്ഛേദിച്ച് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ പരീക്ഷണമാണ് വരുന്നത് ശിക്ഷയാണ് വരുന്നത് നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് അള്ളാഹിന്റെ നബിമാർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏതുവരെ എന്നുള്ളത് അതിന്റെ പാരമ്യതയിലെ ഒരു ഭാഗത്തെ മുഹദ്ദീൻ ഷെയ്ഖ് വിവരിക്കുന്നുണ്ട്. അതേ പറയണ തൻ്റെതായിട്ടുള്ള സകലതും തന്നെ വിട്ടുപിരിയുന്ന ഒരവസ്ഥ. ഉമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും സർവസ്വവും തന്നെ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ഒരവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നു. അതിന് മസീമത് ഉദാഹരിച്ചത് പാമ്പ് അതിന്റെ പുറത്തൊരു ആവരണമുണ്ട്. അതിങ്ങിട്ട് ഊരിയിട്ട് പുറത്തു വരുമ്പോൾ അതിന് പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത്ര വേദന കൊണ്ട് പൊളഞ്ഞു പോകുന്നു. അതുപോലെ ഭൗതികമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെയും കംപ്ലീറ്റ് ഊരി വലിച്ചെറിഞ്ഞ ഉറയൻ വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന പൊളയുന്ന ഒരവസ്ഥ ഉണ്ട്. ആ വിധത്തിൽ പരീക്ഷിക്കപ്പെടും. അന്നേരം അള്ളയും എന്നെ വിട്ടോ എന്ന് എനിക്ക് തോന്നും, അള്ളയില്ലേ റബ്ബ് എന്റെ കൂടെ. അങ്ങനത്തെ അവസ്ഥയിലാണ് ഗൈബിലുള്ള അള്ളാനെ തിരിച്ചറിയുക. മറഞ്ഞു നിൽക്കുന്ന അള്ളാനെ, ഗൈബിയായ അള്ളാനെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹ് അങ്ങനെ പതുക്കെ അവന്റെ അടുത്തേക്ക് വരുന്നത്, പല കാര്യങ്ങളും തന്നെ എടുക്കുന്നത്. എങ്ങനെ വെച്ചാൽ ആ വിട്ടു നിന്നവൻ തിരിച്ചു വരുന്നുണ്ടാവും. അതിൽ നല്ല ആളുകൾ മാത്രം തിരിച്ചു വരും, മറ്റൊന്ന് അവിടെ തന്നെ. അതിലെ ശുദ്ധരായിട്ടുള്ള ആളുകൾ അവരിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് പറയുമ്പോൾ കംപ്ലീറ്റ് വിട്ടുപോയി. പക്ഷെ അതിലെ വൃത്തികെട്ടവനൊക്കെ ഹതഭാഗ്യനൊക്കെ ചത്തുപോയതിനു ശേഷം ബാക്കി നല്ലവരായിട്ടുള്ള ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവൻ ബലിയർപ്പിക്കുന്ന ആളുകളായിട്ട് വന്നു. മുഗീറ റസൂലുള്ളാഹിന്റെ മതം ഇവിടെ പരക്കൂ എന്ന് വിചാരിച്ച് തേങ്ങലടിച്ച് കരഞ്ഞ് ചാവാൻ കിടക്കുന്നത്, ആ മുഗീറയുടെ മകൻ വലീദ്
മരിക്കുന്ന സമയത്ത് തേങ്ങലടിച്ച് കരഞ്ഞ് മുഹമ്മദിന് എനിക്ക് വേണ്ടി ഷഹീദാകാൻ പറ്റില്ല. അബൂജഹല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നശിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ ഇക്രിമയിൽ അള്ളാഹ് ശുദ്ധത വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്രിമയും അതേ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളാണെങ്കിലും അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. അപ്പോ ഈ ഒരു വളവ് ഊരിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വള അവന് സഞ്ചരിക്കാൻ വേണ്ടി ആയാസമുള്ളതായിരുന്നു. അവന് മുകളിൽ പിന്നെ വരുന്ന ആവരണം അവന്റെ ബാക്കിയുള്ള എല്ലാ വൃത്തികളെയും ഒഴിവാക്കി ഒരു നല്ല ഒരു ആവരണം അള്ളാഹുവിന് കൊടുക്കും. പക്ഷെ അതിന്റെ മുമ്പ് ഗൈബിലുള്ള അള്ളയാണ്, വേറെ ആരും നിനക്കില്ല എന്ന് തിരിച്ചറിയുക. നസീം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് ഫിർഔനും സംഘവും മൂസയെ പിന്തുടർന്നു വരുമ്പോൾ ബാക്കിലുള്ള ശത്രു സംഘവും മുമ്പിലുള്ള നൈൽ നദിയിലെ വെള്ളവും കണ്ടു നിൽക്കുന്ന മൂസയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കുൻ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ എന്ന് പറഞ്ഞു. ബൈബിളിൽ അവിടെ പറയുന്നത് അവിടെ ശവക്കുഴി ഇല്ലായിട്ടാണോ നീ ഇങ്ങോട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് പറഞ്ഞത് ഇന്ന മഴ എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന്, ഈ പറഞ്ഞവന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൗറിലേക്ക് പോകുമ്പോൾ, സൗർ ഗുഹയിലേക്ക് എത്തുമ്പോൾ ഇന്നല്ലാഹ മഅന എന്ന് പറഞ്ഞു, നമ്മുടെ കൂടെ അല്ലാഹ്. ആണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ആ ഇസ്രായേലിയരെ കൊണ്ടുപോയ അവരുടെ ഈമാൻ ആയിരുന്നില്ല. അവിടെ മുഹമ്മദ് നബി പറഞ്ഞത് എന്റെയും കൂടെ ഉണ്ട്, നിന്റെയും കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. പക്ഷെ മൂസ പറഞ്ഞത് എന്റെ കൂടെ ഉണ്ടെന്നാണ്. നിങ്ങൾ ഈ പറയുന്ന ചൗക്കുഴിയിലായിട്ട് ഞങ്ങളോട് വിളിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഈമാന്റെ ഉള്ള ആളുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ അവിടെ വെച്ചിട്ട് ആ നൈൽ നദി പിൻവാങ്ങുകയും അവർക്ക് നടക്കാനുള്ള വഴി കൊടുക്കുകയും ആ വഴി കൊടുത്ത് അത് എന്ത് നടന്നാലും, വേദിയത്ത് നടന്നാലും എന്ത് നടന്നാലും അങ്ങോട്ട് നടന്നു പോയതിനു ശേഷം തിരിച്ച് ഫിറൗനോടെത്തുമ്പോൾ അത് രണ്ടാമത് തിരിച്ചു വരികയും അവന് നടക്കാൻ പറ്റാതെ അതിൽ മുങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവം. ഇവിടെ ഗൈബിലുള്ള അള്ളാഹ് പ്രത്യക്ഷപ്പെട്ടാണ്. അങ്ങനെ ഗൈബിലുള്ള അള്ളാഹ് പ്രത്യക്ഷപ്പെടുന്ന വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ പോവുക എന്നുള്ളത് അനിവാര്യതയാണ്. അത് അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ആ പരീക്ഷണത്തിന്റെ ലക്ഷണങ്ങളാണ് മുസ്ലിം മതം വിവരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അത് വരികയെന്നത്. അതില് ഒരാൾക്കൊരു മുസീബത്ത് മുഅ്മിന്റെ അടുത്ത് വന്നാൽ ഇതാ അസാബത്തുഹും മുസീബത്തും എന്നാണ് ഖുർആൻ പറയുന്നത്. അവരുടെ അടുത്തേക്ക് ഒരു മുസീബത്ത്, ഒരു ആപത്ത്, ഒരു പ്രയാസം, ഒരു കഷ്ടപ്പാട് അവന്റെ അടുത്തേക്ക് വന്നാൽ മുഅ്മിന് അവന്റെ ഈമാൻ എന്താണെന്ന് തിരിച്ചറിയാനാണ് അല്ലാഹു അയച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായും മുസ്ലിമോടുള്ളതിന് നിൽക്കണം അവനാന്റെ ഈമാൻ അവനാണെന്ന് തിരിച്ചറിയാൽ, അവനാൻ അറിയില്ല ഈമാൻ ഉണ്ടെന്നുള്ളത്. അത് ചില ആളുകൾ ആവേശത്തിൽ പറയും എനിക്ക് ഈമാൻ ഉണ്ടെന്ന്, അവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, പക്ഷെ ഈമാൻ ഉണ്ടാവില്ല. അതിന് മുസ്ലിമോട് ഒരു കഥ വിരിച്ചിട്ടുണ്ട്. ഞാനത് പണ്ടൊരിക്കൽ പറഞ്ഞിട്ട്, പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ അതിനെ ഗ്രഹിച്ചു പോകണമെങ്കിൽ അതിനെ കുറിച്ച് ഒരു സ്ത്രീ, മൊഹ്സിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതിന്റെ മോള് സുഖല്ലാതെ കിടന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അതിന് പിന്നെ എന്റെ ആയുസ്സും കൂടി ഇതിന് കൊടുത്ത് അതിന്റെ അസുഖം എനിക്ക് തന്നുള്ള റബ്ബെ അതിനെ നീ മരിപ്പിക്കരുത്, എന്നെ മരിപ്പിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി കിടന്നിറങ്ങുമ്പോൾ ഒരു പശു കയറ് പൊട്ടിച്ചതോ തല കുടത്തിലിട്ടിട്ട് ആ കുടം തല്ലിൽ പാത്രം തല്ലിൽ കളത്തിക്കാണ്ട് നേരെ കയറി വന്നു. അത് മലക്കിൽ മൗത്ത് പറഞ്ഞ പകുതി മൃഗവും പകുതി വേറെ തലയാണെന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും ആൾക്കാരെ കണക്കിൽ തന്നെ വിചാരിക്കുന്നത്. അതൊക്കെ വരുമ്പോൾ തല കുടല് പോത്തിന്റെ മാതിരിയോ പശുവിന്റെ മാതിരിയായിരിക്കും, അവിടെ തല വേറെ സൈസായിരിക്കും. ഞാൻ രാത്രി വീട്ടിന്റെ മുമ്പ് കൂടി ഇതും കയറി വന്നപ്പോഴും മൊഹ്സിനി എന്ന് പറഞ്ഞ പെണ്ണ് കണ്ട് ഇത് മലക്കിൽ മുഖത്ത് കയറി വന്നിരിക്കുന്നത് എന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നു, ഇപ്പം എന്നെ പിടിക്കുന്നുള്ള ഉറപ്പായി. അവ പറഞ്ഞ ഞാൻ ഈ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു പാവം പെണ്ണാണ്. മൊഹ്സിനി പറഞ്ഞത് ആ കറക്ക കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ മരണത്തെ രുചിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉറപ്പായപ്പോഴും ചില ആൾക്കാരല്ലോ യുദ്ധം വന്നാൽ നമ്മൾ യുദ്ധം ചെയ്യും, നമ്മൾ അത് വന്നാൽ അത് ചെയ്തിരിക്കുക, ചിലർ പൈസ ഉണ്ടെങ്കിൽ കുറെ പൈസ കൊടുക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ അങ്ങനെ ആയിരുന്നില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടുക. അങ്ങനെ അവനവനെ ബോധ്യപ്പെടുത്താൻ ചില പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകും. ഇപ്പൊ ഈമാന്റെ അവസ്ഥയ്ക്ക് എത്തിയിട്ടില്ല. ഖുർആൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുകയും അഹം ലാ യുസ്തനൂൻ അവരവർ പരീക്ഷണത്തിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അയ്യുത്രക്കു അവരങ്ങനെ തന്നെ ഒഴിവാക്കി വിടുന്നു ചെയ്യുന്നവർ കരുതുന്നു. ഞാൻ ഒരിക്കലും അല്ല ചെയ്യില്ല. ഞാനത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ആ ബോധ്യം നമുക്കില്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ബോധ്യപ്പെടുന്നത്? അങ്ങനെ തീരുമാനം പഠിച്ചവനെ എടുത്താൽ പോലെ എന്ന് ചോദിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആളുകൾ. എന്തിനു പഠിച്ചോ അങ്ങനെ ഇറങ്ങാറാക്കാൻ? അത് നമ്മൾ ഒരു കഴുതനെ വാങ്ങിയിട്ട് കൊണ്ടുപോകാണെങ്കിൽ, നമ്മൾ ആടാണെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ കഴുതപ്പുറത്ത് പിന്നെ നമുക്ക് ആടിന്റെ പണിയിട്ടൊന്നും കഴുതനെ പറ്റൂലല്ലോ. അതല്ല നമ്മൾ പറയുന്നത്. കഴുതനെ വാങ്ങിയിട്ട് പോകേണ്ട ഈമ വാങ്ങിയിട്ട് കൊടുക്കാം. അത് അള്ളാന്റെ ഒരു കാര്യമാണ്. അത്തരം സന്ദർഭങ്ങൾ തന്നുകൊണ്ട് അത് വെളിപ്പെടുത്തിയിട്ടാണ്.
നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മളുടെ ഈമാൻ നമുക്ക് വെളിപ്പെടുത്താം. നെക്സ്റ്റ് രണ്ടാമതായിട്ട് മുസ്ലിം തന്നെ പറയാണ്, മറ്റൊന്ന് ജനങ്ങൾക്ക് അവനവന്റെ വിഷമങ്ങൾ അവനവൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലുപരിയായിട്ട് മറ്റുള്ളവർക്ക് ഇവൻ ആരാണെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പരീക്ഷണങ്ങൾ വരും. അതിന് ബൈബിളിൽ പറയുന്ന ഒരു കഥ, അയ്യൂബ് അലൈഹി സ്വലാം അള്ളാഹുവിനെ കുറിച്ച് വളരെയധികം വിഭാഗത്ത് ചെയ്യുന്ന വളരെയധികം ധർമ്മിഷ്ഠനായ മനുഷ്യനായിരുന്നു. അപ്പോൾ ശൈത്താൻ പറഞ്ഞു, നിനക്ക് ഈ സമ്പത്തും ആധിക്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇയാൾ നിനക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ എനിക്ക് അനുവാദം വേണ്ട, പിന്നെ ഞാനാണ് കാണിച്ചത് കാഫറാണ്. ഒരു സിംബോളിക് വിവരണമാണ്. ഇങ്ങനെയൊക്കെ ശൈത്താൻ വന്നോ അള്ളാഹുനോട് വർത്തമാനം പറഞ്ഞൊന്നും ചോദിക്കേണ്ട, അതൊരു സിംബോളിക് വിവരണമാണ് ബൈബിളിലുള്ളത്. അപ്പൊ ശൈത്താൻ അതിനുള്ള അനുവാദം കൊടുത്തല്ല. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളെ മരിപ്പിച്ചു, അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ അദ്ദേഹത്തിന് വേർതിരിച്ചു, അദ്ദേഹത്തിന് അസുഖം ഉണ്ടായി, ശാരീരികമായിട്ട് വിലക്ഷയുണ്ടായി, അങ്ങേയറ്റം പല അസുഖങ്ങളും പിടിച്ച്. ഖുർആൻ പറയുന്നുണ്ട്, അന്നീ മസ്തനിയ ലുറുവാൻ താർഹമുറാഹിമീൻ, റബ്ബേ എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ നീ കരുണ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. ബാക്കി ഗുണങ്ങൾ ബൈബിളിലുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അയ്യൂബ് അലൈഹി സ്വലാം ഒരിക്കലും അള്ളാനെ വിടാതെ അള്ളാനെ തന്നെ മുറുകെ പിടിച്ചത്. അപ്പോൾ ശൈത്താനോട് അള്ളാഹ് ചോദിച്ചു, നീ പറഞ്ഞല്ലോ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വിടുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വിട്ടിട്ടില്ല എന്ന് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള ആളുകളായിരുന്നു സാഹിബ് അബ്ദുൽ ലത്തീഫ് ഷഹീദ്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈമാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില ആളുകളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു ചില ആളുകളെ അങ്ങനെ സാക്ഷിയാക്കാറുണ്ട്. പക്ഷെ അവരതിൽ സന്തോഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, അതിൽ അവർക്ക് പ്രശ്നം വന്നത്. അങ്ങനെ പരീക്ഷണങ്ങൾ ചില ആളുകൾക്ക് കൊടുക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ്. മറ്റൊന്ന്, ചില ആളുകൾക്ക് പരീക്ഷണം നന്മയിൽ ഒരാൾ പുരോഗതി പ്രാപിച്ചുള്ളൂ. അപ്പൊ ഇനി എന്ത് നന്മയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങേറ്റെത്തുന്ന ആൾക്കാരാണ്. ഇനി അവരുടെ കയ്യിൽ നന്മകളൊന്നുമില്ല, ചെയ്യാനുള്ള നന്മകളൊന്നുമില്ല. അപ്പോ താൻ ഇനി തനിക്ക് പറ്റിയ നന്മകൾ ഏതാണെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് അവർക്ക് ശത്രുക്കളെ വിളിച്ചിട്ടാണ് ആപത്തിലാക്കുന്നത്. അങ്ങനെ ശത്രുക്കൾ അവനെ ആക്രമിക്കുകയും അവനെ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നു. അതില് തന്റെ അള്ളാഹ് ശത്രുവിന് അനുവാദം കൊടുക്കുകയും ശത്രു കയറി ആക്രമിക്കുകയും ചെയ്യുമ്പോഴേ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ശത്രുവിനെ അള്ളാഹ് പിടിച്ചിട്ട് മാറ്റി നിർത്തും. അബൂജഹൽ അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലേക്ക് തിരുമേനി എല്ലാ യുദ്ധത്തിലും ഇറങ്ങി അവിടെയൊക്കെ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു. അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട സംഭവങ്ങളുണ്ട്. അള്ളാഹ് കൊടുത്തൊന്നുമില്ല. പക്ഷെ അതിന് പിടിച്ചു നിൽക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ശക്തിയെ പ്രകടമാക്കുകയും അള്ളാഹ് എങ്ങനെയാണ് സഹായിക്കുന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് അബൂജഹൽ ഒറ്റ പ്രാവശ്യമാണ് യുദ്ധത്തിൽ വലയം ചെയ്തിട്ടാണ് ചത്തുന്നത്. ഇതെങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കുടുങ്ങിപ്പോകും. നമ്മൾ ചിലപ്പോൾ ചില ശത്രുക്കൾ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ഉദ്ദേശിച്ച് വിളിക്കുന്നത്. പരീക്ഷണത്തിലകപ്പെട്ട ആള് എനിക്കൊരു കഴിവില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ എന്റെ റബ്ബിന് എല്ലാ കഴിവുണ്ട് എന്നുള്ളത് മറ്റൊരു ഒരിക്കലും പോകാത്ത സത്യമാണ്. അങ്ങനെ ഇരിക്കേണ്ട മാറ്റമാണ്. ശിക്ഷിക്കപ്പെടുന്ന ആളില് ചിലപ്പോ ഒന്നുമില്ല, അതിനൊക്കെ എന്റെ അള്ളുണ്ട്, ഞാൻ നോക്കും, എനിക്കെന്നെ കഴിവ് വന്നിട്ടുണ്ട്, അഹങ്കാരം കഴിയും, അഭിഷക്ഷയാണ്. അവനവിടെ പോയിട്ട് രക്ഷപ്പെടുക, അതിൽ പിടിക്കപ്പെടും. അപ്പൊ ഈ കാര്യം സൂക്ഷിക്കണം. അള്ളാഹ് ഉണ്ട് എന്നുള്ളത് അഹങ്കാരമല്ല, അള്ളാഹ് ഉണ്ട് എന്നുള്ളത് വിനയാന്വിതമായിട്ട് റബ്ബിന്റെ തിരുമുമ്പിലുള്ള ഒരു അർത്ഥനയാണ്, ഒരു അർപ്പണമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കംപ്ലീറ്റ് അർപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥയാണ്. അവരുടെ ശക്തികളുടെ വിശ്വാസമാണ്. അത് നിങ്ങൾ എപ്പോഴും ഖലീഫത്ത് മസീഹ് പാകിസ്ഥാനിലുള്ള പ്രശ്നങ്ങളും മറ്റു ജമാഅത്തിന്റെ പ്രശ്നങ്ങളും വിവരിക്കുമ്പോൾ അതുകൊണ്ട് കൊത്തുവയിൽ ഈ വാക്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും, ഈ വാക്യങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയും. നമുക്ക് ഭൗതികമായിട്ടുള്ള ഭരണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല, പക്ഷേ നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. അത് ഇന്നേ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ പരീക്ഷണമാണോ ശിക്ഷയാണോ? ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ, എന്തിനാണ് പരീക്ഷണം എന്നാണ് ഞാൻ പറഞ്ഞത്. പരീക്ഷണ ലക്ഷണങ്ങളല്ല, പരീക്ഷണങ്ങളുടെ ലക്ഷണം ഇനി പിന്നെ പറയാൻ പോകുന്നുള്ളൂ. പരീക്ഷണം തരുന്ന 3 കാര്യത്തിലാണ്. ഒന്ന്, നമ്മളുടെ ഈമാൻ നമുക്ക് തിരിച്ചറിയുന്നതിന്. ഒന്ന്, മറ്റുള്ളവർക്ക് ഈമാനുള്ള ആൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതിന്. മറ്റൊന്ന്, ഒരാൾക്ക് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി, അതായത് ഈ 2 സ്റ്റേജും കഴിഞ്ഞ ആളുകൾക്ക്. മൂന്നാമത്തെ സ്റ്റേജിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ ആക്രമിക്കാൻ വിടുകയും അവർ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ അതിന് വലയം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് അള്ളാഹു അസ്മയിൽ നിന്ന് ഇബ്രാഹിമിനെ രക്ഷിച്ചതുപോലെ
സമുദ്രത്തിൽ നിന്ന് മൂസാ നബിയെ രക്ഷിച്ചതുപോലെ, പൊട്ടക്കിണറ്റിൽ നിന്ന് യൂസുഫ് നബിയെ രക്ഷിച്ചതുപോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി യുദ്ധങ്ങളിൽ നിന്ന് ശത്രുമുഖത്ത് നിന്ന് രക്ഷിച്ചതുപോലെ ഒരു രക്ഷ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും, അവരെയും ബോധ്യപ്പെടുത്തും. അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്ന് ഗൈബിലുള്ള അള്ളാഹുവിലേക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യക്ഷത്തിലുള്ളാഹിനായിട്ട് അവനെ കാണുന്നു. അതാണ് പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹു ഗായിബാണ്, അതേ സമയത്ത് അള്ളാഹു ലാഹിറാണ്. ഗായിബിലുള്ള അള്ളാഹ് ലാഹിറാകുന്നത് ഇങ്ങനെയാണ്, പരോക്ഷനായ അള്ളാഹു പ്രത്യക്ഷനാവുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടത് നിർത്തേണ്ടി വരും, തോന്നുന്ന സമയം കുറച്ച് കൊടുത്ത്. ഇനി ശിക്ഷയും പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? പരീക്ഷണം എന്താണെന്നും ശിക്ഷ എന്താണെന്നും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. അതിന് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു 6 അടയാളങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷണവും ശിക്ഷയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയും? അതിൽ ഒന്നാമത്തെ ലക്ഷണം പറയുന്നത് അദാബ് का नतीजा हलाकत और तबाही होती है, मगर इब्तिला का नतीजा नहीं होता, ये नहीं होता. तकलीफ तो दोनों तरफ आती है. അതായത് പരീക്ഷണത്തിന്റെ പരിണിതി നാശമായിരിക്കില്ല, അയാൾക്ക് രക്ഷയുണ്ടാവും. ശിക്ഷയുടെ പരിണിതി നാശമായിട്ടുണ്ടായിരിക്കും. രണ്ടും ഒരേപോലെ പറയും. ഞാൻ നേരത്തെ പറഞ്ഞതാണ് തിരിച്ചു പറയാം. ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധത്തിൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുന്നു, അബൂജഹലും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുന്നു. അബൂജഹലോടെ വെട്ടി നശിപ്പിക്കപ്പെടുന്നു, മുഹമ്മദ് നബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അബൂജഹലിനെ വലയം ചെയ്ത 2 കൃഷിക്കാരായ 2 ചെക്കന്മാരാണ്, 2 സാധാരണ കുട്ടികളാണ്, യുദ്ധ നൈപുണ്യമൊന്നും ഇല്ലാത്തവരാണ്. അവർ വലയം ചെയ്തിട്ടാണ് ഒരു ശത്രുക്കളെ മുഴുവൻ ലക്ഷം അടിച്ചു കാണുന്നത്. പക്ഷെ മുഹമ്മദ് നബിയെ വലയം ചെയ്ത് യുദ്ധ നൈപുണ്യക്കുള്ള ഒന്നിച്ചാളാണ്. തന്റെ സമൂഹം പോലും ഒറ്റയ്ക്ക് ഹുനൈൻ യുദ്ധത്തിൽ കുതിരകൾ നിൽക്കാതെ പുറകോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് വാളെടുത്തിട്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ഇടയിലേക്ക് പോകുന്നത്. അനനബിയുലാക്കതി അനബിൽ അബ്ദുൽ മുത്തലിബ്, ഞാൻ ഒരു പ്രവാചകനാണ്, പക്ഷെ ഞാൻ ഒരിക്കലും കള്ളനല്ല, എന്നിൽ വേറെന്ത് ശക്തി ഒന്നും കരുതണ്ട, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ അതേ മകൻ തന്നെയാണ്. കാരണം മുമ്പോട്ട് പോകുന്നു, അവിടുന്ന് മറ്റ് ശത്രുക്കളുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ അബൂജഹൽ പറയുന്നത് ഇന്ന് ഇതിന് തീർപ്പേൽപ്പിക്കുന്ന ദിവസമാണ്, എൻ്റെ കാബയുടെ കില്ല കൊടുത്തിട്ട് പറയുന്നത് ഇന്ന് സത്യം ജയിക്കുന്ന ദിവസമാണ്, സത്യം ജയിക്കാൻ അയാൾ അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ പരീക്ഷണം കൊണ്ട് ഒരാൾ നശിക്കാറില്ല, പരീക്ഷണം കൊണ്ട് ഒരാൾ രക്ഷപ്പെടാം. ഒരു ലക്ഷണം അതാണ്. രണ്ടാമത്തേത് अदाब जिस इंसान पर नाजिल किया जाता है उसके दिल में मायूसी और घबराहट होती है, मगर जिस पर इत्तला नाजिल होता है उसके दिल में इत्मीनान और तसल्ली होती है. ആരിലാണോ പരീക്ഷണം ഇറക്കുന്നത് അവർക്കൊരിക്കലും നിരാശയും ഹതാശയും ഉണ്ടാവുകയില്ല. അതേസമയത്ത് ശിക്ഷ ഇറക്കുന്ന ആൾക്ക് നിരാശയും ഹതാശയുമാണ് ഉണ്ടാവുക. എനിക്ക് യാതൊരു രക്ഷയില്ലെന്നുള്ള അവസ്ഥ എന്താ? മറ്റാളങ്ങനെയല്ല, അതതിൻ്റെ പാട്ട് വരും, അതിൻ്റെ പാട്ട് പോകും, എൻ്റെ റബ്ബുണ്ട്, ഞാനെങ്കിലും പേടിക്കണം എന്നുള്ള നിലയിലാണ് ഉണ്ടാവുക. അത് പരീക്ഷ ഉണ്ടാവുമ്പോൾ പരീക്ഷിക്കപ്പെടുന്ന ആൾ എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയും, എൻ്റെ റബ്ബൻ എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള ഉറപ്പാണുണ്ടാവും. പരീക്ഷണത്തിലകപ്പെടാത്ത ശിക്ഷയിലകപ്പെടുന്ന ആൾ എന്നെ ആരും കാക്കാണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാനിതിൽ ചാവുകയുള്ളൂ എന്നുള്ള തോന്നൽ അയാൾക്കുണ്ടാവും. നാലാമത്തെ ലക്ഷണം പരീക്ഷണത്തെയും ശിക്ഷയും കുറിച്ച് രണ്ടാമത്തെ ഒഴിവാക്കിയത് എനിക്ക് ഓർമ്മല്ല, രണ്ടാമത്തെ ഒഴിവാക്കിയത്. മൂന്നാമത്താണ് ഇപ്പോൾ പറയുന്നത്. വാസ്തുവിൽ ഇവിടെ ഉള്ളത് രണ്ടാമത്താണ്. അദാബിന്റെ പരീക്ഷണത്തിന്റെയും സംഗതി രണ്ടുകൂടെ നോക്കിയാൽ അദാബിൽ കൂടുതൽ നഷ്ടങ്ങളാണ് ഉണ്ടാവുക, പരീക്ഷണത്തിൽ ലാഭങ്ങളാണ് ഉണ്ടാവുക. പരീക്ഷണത്തിന് ശേഷം അതിൽ ലാഭങ്ങളുണ്ടാവുക, നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അദാബിന് ശേഷം കണക്കൂട്ടിയ നഷ്ടങ്ങളുണ്ടാവുക, ലാഭങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇനി നാലാമത്തെ ലക്ഷണം, അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു അത്രയേ അതിൽ ചെന്ന് കുടുങ്ങിക്കൊണ്ടിരിക്കും. അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനവൻ്റെ എല്ലാ പദ്ധതികളും പ്ലാനുകളൊക്കെ ചെയ്യും, പക്ഷെ പിന്നെയും പോയിട്ട് അതിൽ വീണ്ടും വീണ്ടും കുടുങ്ങിക്കൊണ്ടിരിക്കും. പരീക്ഷണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ചെയ്യുന്ന ശ്രമങ്ങളിലൊക്കെ അള്ളാഹുവിനെ സഹായിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും, വീണ്ടും കുരുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുകയും. അതിനെ മുസ്ലിം മതം പറയുന്നു. ഉദാഹരണമായിട്ട് മുഹമ്മദ് നബി സൗർ എന്ന ഗുഹയിൽ ചെന്ന് പെടുമ്പോഴേ
ഈ കാലടിപ്പാടുകൾ നോക്കി വരുന്ന വിദഗ്ധരാണ് വന്നിട്ടുള്ളത്. അവർ പറയുന്നത് എന്താണ്, ഒന്നുകിൽ ഇതിന്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേലക്ക് പോയി എന്നാണ്. സ്വാഭാവികമായിട്ടും അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തോന്നുന്നുണ്ട്, പിടിക്കാൻ വേറെ യാതൊരു വസ്തു ഉണ്ടാകും. പക്ഷേ അവിടെ ഒരിക്കലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെട്ടു പോയെന്നോ ഞാനിവിടെ പിടിക്കപ്പെട്ടു എന്നോ ഒന്നും തോന്നുന്നില്ല. അതേ വഴിയിൽ റസൂലുള്ളാഹി അവിടെ ഇരിക്കുന്നു, പറയുന്നു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ഒരു ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നബിതിരുമേനി കഷ്ടപ്പെട്ട് കുറെ കഴിഞ്ഞ് ക്ഷീണിച്ച്, കാരണം 3 ദിവസത്തെ യാത്ര, തന്റെ ഉറ്റവരെയും ഉടയവരെയും തന്റെ നാടിനെയും വിട്ടിട്ടുള്ള വ്യഥ, ഇനി പോയി വെക്കാനുള്ള സ്ഥലം, തന്റെ കൂടെ നടക്കുന്ന ആളുകളുടെ മുഴുവൻ ഉത്തരവാദിത്തം, ഭയങ്കര വലിയൊരു ടെൻഷൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊന്നും അല്ല സാധനം. ഏതോ തരത്തിലുള്ള ഒരു വിഷമാണ്. നബിതിരുമേനി അടുത്ത് നമുക്ക് കുറച്ചു നേരം ഉറക്കം വന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ തൊടയിൽ തല വെച്ചിട്ട് ഉറങ്ങാൻ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ പാമ്പ് അടിച്ചു. അപ്പൊ വേദന കൊണ്ട് തുടങ്ങി. കണ്ണിന്ന് വെള്ളം വന്നപ്പോൾ വേഗം കൈകൊണ്ട് തടുത്തു. ഞാൻ റസൂലുള്ളാഹിന്റെ മേത്തേക്ക് വീണാൽ റസൂലുള്ളാഹിന്റെ ഉറക്കം പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ട് ആ സമയത്ത് കൂടെ ഉണ്ട്, അങ്ങനെ ഒരു കൂട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും അബൂബക്കർ അല്ല അവരുടെ ലക്ഷ്യം മുഹമ്മദാണ്. റസൂലുള്ളാഹിന്റെ ഉറക്കം കേടരുതെന്ന് വിചാരിച്ചാൽ അങ്ങനെ സ്നേഹിക്കുന്ന അബൂബക്കർ അവർക്ക് ലക്ഷ്യമല്ല, അവരുടെ ലക്ഷ്യം മുഹമ്മദ് നബിയാണ്. പക്ഷെ ആ മുഹമ്മദ് നബിയാണ് അബൂബക്കറിനോട് പറയുന്നത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ പേടിക്കണ്ട, അവരുടെ ഒന്നും തൊട്ടെ അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. ഈ ഒരു നില പരീക്ഷണത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരിക്കും. ശിക്ഷ വരുമ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നതല്ല. 5ാമത്തെ ലക്ഷണം മുസ്ലിം പറയുന്നു, एहसास बला नहीं होता जब इब्तिला आता है तो इंसान उन तकालीफ को हकीर समझता है, उनमें लज्जत महसूस करता है. ഒരാൾക്ക് ഒരു പരീക്ഷണം വന്നുപെട്ടാൽ അതൊരു ബല വന്നുപെട്ടലോ എന്നുള്ള നിലയിൽ ഒരിക്കലും കുറിച്ച് ചിന്തിക്കില്ല. അള്ളാഹു എന്നെയാണ് അതിനെ തെരഞ്ഞെടുത്തത്, എൻ്റെ റബ്ബിനും എന്നോട് ഇഷ്ടം തോന്നിയിട്ടാണ് ചെയ്യുന്നത് എന്ന നിലയിൽ അവൻ സമാധാനിച്ചിരിക്കുകയാണ്, മനസ്സിലുണ്ടാവുന്നത്. അതിനാണ് സബർ എന്ന് പറയുന്നത്. സബർ 2 ടൈപ്പിലുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു പെണ്ണ് എന്നിട്ട് പറയുന്നത്, ഒരു പെണ്ണ് ഖബറിനെ കുത്തിരുന്ന് കരയുമ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി കരയല്ലേ, ഇസ്ബരി, നീ സബർ ചെയ്യാം. അപ്പോൾ അവള് പറഞ്ഞു, എൻ്റെ മോൻ മരിച്ചോക്കണം, അപ്പോൾ അറിയാം, നിന്റെ മോൻ മരിക്കുകയാണെങ്കിൽ നിനക്കറിയാം. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, റസൂലിലാണ് പോയത്, എത്രയോ മക്കൾ മരിച്ചാണ്, നീ ആരോടാ പറഞ്ഞു. അപ്പോൾ ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സബർ ചെയ്തിരിക്കുന്നു, സബർ ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സബർ ഫി അവ്വലി വഖ്തിഹ, സബർ എന്നുള്ളത് ആദ്യം വരുന്നതാണ്, പിന്നെ എല്ലാവർക്കും കരഞ്ഞാൽ സബർ വരും. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായി. അപ്പോൾ അള്ളാഹിനോടുള്ള വക്തുണ്ട്, അവർക്ക് പോയതിൽ സങ്കടമായിരിക്കും. കുട്ടികളോ മക്കളോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലുള്ള സങ്കടം കൊണ്ടാണ് കാര്യങ്ങൾ. കുട്ടികൾക്ക് സുഖമില്ലാതെ അതിപ്പോൾ പട്ടിയുടെ മുമ്പിൽ നിസ്കരിച്ചാലും കാര്യം, അത് അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സംഗതി എന്താണ്, ഇതെന്റെ റബ്ബാണ് തന്നത്, റബ്ബാണ് എടുത്തത് എന്നതിനുള്ള പൂർണ്ണ സന്തോഷം പരീക്ഷണമുള്ള സമയത്ത്. അതിനെ അംഗീകരിക്കുന്നതിനെയാണ് സബർ എന്ന് പറയുന്നത്. അങ്ങനെ സബർ ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് മഅസാബിനെ. അങ്ങനത്തെ സബർ ചെയ്യുന്നതിന്റെ പണം അല്ലാഹ് തന്നു. ലയബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. അവരുടെ നഫ്സുകൾ, അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ ആളുകളെ എടുക്കുക, അവരെ സ്വത്തിന്റെ പരീക്ഷണത്തിൽ അകപ്പെടുത്തും, അവരുടെ നഫ്സിന്റെ പരീക്ഷണത്തിൽ അകപ്പെടുത്തും. ഇത്തരം പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വബശ്ശിരിസ് സ്വാബിരീൻ, സബർ ചെയ്യുന്നവന് സുവാർത്ത നൽകുന്നു. സബർ ചെയ്യുന്നവന് അതൊരു സന്തോഷത്തിന്റെ വാർത്തയാണ്. എന്ത്, ഇപ്പൊ നമുക്കിഷ്ടപ്പെട്ട നമ്മളുടെ ഏറ്റവും പ്രീതനായിട്ടുള്ള ഒരാൾ വരുന്നു, അയാൾ വന്നിട്ട് നമ്മുടെ പോക്കറ്റിലുള്ള പെണ്ണെടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്നത് സന്തോഷമായിരിക്കും. അയാൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ പെണ്ണ്, അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. നമുക്കിഷ്ടപ്പെട്ട ഒരാൾ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ സന്തോഷമാണ്. അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ റബ്ബ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിന് എടുത്തിട്ട് പോകുന്നത് അതിന് സന്തോഷപ്പെടുന്നതിനാണ് സബർ എന്ന് പറയുന്നത്. അത് അംഗീകരിക്കുന്നതിനാണ് സബർ എന്ന് പറയുന്നത്. അങ്ങനെ സബർ ചെയ്യുന്നതിന് പിന്നെ വെറുതെ എന്നുള്ള വിടുന്നത് അത് തന്നെയാണ് കൂടെ. ആ സാധനമല്ല വിട്ടുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒരാളായിരുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്വത്തായിരുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ വീടായിരുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സുഹൃത്തായിരുന്നു. പക്ഷെ പകരം കിട്ടിയ എന്താണ്, അള്ളാനെ കിട്ടി. അതുകൊണ്ടാണ് സബർ ചെയ്യുന്നതിന് സുവാർത്ത നൽകുന്നത്. പകരം കൊടുത്തത് ഒന്നുമല്ല. അത് ഒരു ഔലിയാക്കളുടെ കഥയിൽ വരുന്ന ഒരു രാജാവ് പെട്ടെന്ന്
വിളംബരം ചെയ്തു, നാളെ എൻ്റെ കവാടം തുറക്കപ്പെടും. നിങ്ങൾ ആര് അതിലേക്ക് ഓടി വന്നിട്ട് ഏതിൽ കൈവച്ചോ അത് അവൻ്റെ ആണ്. അങ്ങനെ എല്ലാവരും നേരം വെളുക്കുമ്പോൾ എത്ര മണിക്കൂർ വിചാരിച്ച് കാത്തിരുന്ന് എല്ലാവരും വാതിൽ ഒരുമിച്ച് കൂടി കൊട്ടാര വാതിൽ തുറക്കുന്നു. ഓരോരുത്തർ വന്ന് ഓരോ സാധനങ്ങളെ വില കൈവച്ച്, ചിലർ ആനയുടെ മേല്, കുതിരയുടെ മേല്, സ്വർണ്ണത്തിൻ്റെ മേല്, ഖജരാവിൻ്റെ മേല്, അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ട് പോയി കഴിച്ചു. ഒരു ഫക്കീർ ഇങ്ങനെ കയറി വന്നിട്ട് രാജാവിൻ്റെ പുറത്ത് കൈവച്ചു, എനിക്കിത് മതിയാണ്. മറ്റവനൊക്കെ കിട്ടിയത് ചെറിയ ചെറിയ സാധനങ്ങളാണ്. പക്ഷെ ഇവന് കിട്ടിയ എന്താണ്? നേരിട്ട് ആ രാജാവിനെ കിട്ടിയവന് രാജാവ് പറയണൊക്കെ കിട്ടിയില്ലേ? രാജാവിനെ കിട്ടിയ പറയൊന്നും വേണ്ട. ഇതാണ് വാസ്തവത്തിൽ സബർ കൊണ്ട് കിട്ടുന്നത്. അവൻ കൈവയ്ക്കുന്ന അള്ളാന്റെ വാഗ്ദാനം. ബാക്കി എന്തും അതിന് വേറെ വാഗ്ദാനമുണ്ട്. സബർ ചെയ്യുന്ന അള്ള എടുത്തിട്ട് അതിന് സബർ ചെയ്താൽ അതിന് പകരമായി കൈവച്ച് അള്ളാന്റെ പുറത്താണ് അള്ളാനെ കിട്ടുന്നത്. ഈ ഒരു എസ്താപ്പാണ് പരീക്ഷണമുള്ള ആൾക്കുണ്ടാവുക, ശിക്ഷയുള്ള ആൾക്ക് കുറച്ചുണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ശിക്ഷയിൽ പരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അത് മസീഹ് അലൈഹിസ്സലാമിന്റെ ഒരു മകൻ മരിക്കുമ്പോഴേ ഖലീഫത്തുൽ മസീഹ് അവ്വലാണ് അതിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഭയങ്കരമായിട്ട് അത് മരിക്കുന്ന ലാസ്റ്റ് സമയത്ത് അതിന് കസ്തൂരി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഇനി അത് ഇളകുന്നില്ല കുട്ടി. അപ്പൊ ഇനി ഇളകൂല എന്നുള്ളൊരു ഉറപ്പ് വന്നപ്പോൾ മസീഹ് മൗദ് അതിനെക്കുറിച്ചുള്ള വ്യഥ കാരണം മസീഹ് മൗദിന് സംഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ബോധം കിട്ടുന്നു. ചികിത്സിക്കുന്ന ഡോക്ടർ മസീഹ് മൗദ് വന്നിട്ട് ഖലീഫത്തുൽ മസീഹ് കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ നേരെ പുറത്തേക്ക് പോയിട്ട് കത്തെഴുതാൻ പറഞ്ഞു, ആൾക്കാർക്ക് അറിയിക്കാൻ. എന്നിട്ടൊരു പ്രഭാഷണം കൊടുത്തു. ആ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു വാക്കാണ് ബുലാനെ വാല ഹെസ്യാര ഒസിപ്പേതിൽ ജാൻ ചിതാക്കർ. ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയ അള്ളാഹ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവനെ തന്നെ നീ നിന്റെ ഹൃദയത്തെ അർപ്പണം ചെയ്യുക, നീ അവനിൽ തന്നെ ലയിക്കുക എന്ന് പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ടതിനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. പിന്നെ കത്തെഴുതുകയും പിന്നെ പ്രസംഗിക്കുകയാണ് ചെയ്ത് മസീഹ് അലൈഹിസ്സലാം. ആറാമത്തെ ലക്ഷണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പെട്ടെന്ന് ആക്കാവുന്ന ഒരു ലക്ഷണം. പരീക്ഷണം വന്നു കഴിഞ്ഞാൽ റൂഹാനിയത്ത്, ശിക്ഷ വന്നു കഴിഞ്ഞാൽ റൂഹാനിയത്ത് ഇല്ലാതാണ്. അള്ളാഹുമായിട്ടുള്ള അടുപ്പം അള്ളാഹുമായിട്ടുള്ള അകൽച്ചയായി മാറും. ചില ഹിന്ദുക്കളെ സീരിയലുകളിലും ഫിലിമുകളിലും കാണുന്നില്ലേ, ഇപ്പോൾ പർച്ചോണ ചിത്തറന്ന് ആദ്യം ആരാധിച്ചിട്ടുണ്ടെങ്കിൽ എലിനേക്കാരം, പിന്നെ ചിത്തറല്ല വേറെ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പാമ്പിന്റെ തലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്തു കൊടുത്തില്ല, ഇവരെ ചിത്തറിന് പിരിയും. നിന്നെ ആരാധിക്കുക അത് തീല പറഞ്ഞ് പിരിഞ്ഞു പോകും. അതുപോലെ ഒരാൾക്ക് പരീക്ഷണങ്ങൾ അകപ്പെട്ടാൽ അയാൾ അള്ളാഹുവിനെ വിട്ടുപോകുന്നു. അള്ളാഹിന്റെ ഔലിയാക്കൾ ചില സമയത്ത് അങ്ങനത്തെ വളരെ കഷ്ടപ്പെട്ട അവസ്ഥയും കൂടി നീങ്ങിയിട്ടുണ്ട്. ഒരു അള്ളാഹിന്റെ ഒരു വലിയെ കുറിച്ച് മസീഹ് പറഞ്ഞു, റബ്ബേ ഞാൻ നിന്നെ ആരാധിക്കില്ലെന്നാണ്. അപ്പൊ അള്ളാഹ് അയാളെ വിട്ടുകൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. അള്ളാഹ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ എന്റെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ ആലോചന എവിടെ പോകുന്ന ആൾക്കറിയില്ല. അപ്പോഴാണ് അള്ളാഹിന്റെ ആ പ്രതാപത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്, തിരിച്ചു വന്നു. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പിന്നെ നമുക്ക് പരീക്ഷണം വന്നാൽ റൂഹാനിയായിട്ട് നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പിലും നമ്മുടെ ദുആയിലും നമ്മുടെ അടുപ്പത്തിൽ അള്ളാഹിന്റെ അടുത്ത് അടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പരീക്ഷണമാണ് എന്നാണ്. അകന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശിക്ഷയിലാണ് ഉള്ളതെന്നാണ്. അടുത്ത ക്ലാസ്സിൽ പ്രകൃതിപരമായിട്ടുള്ള ഇത്തരം 7 മോചനങ്ങൾ, 7 മോക്ഷങ്ങൾ, അതിൽ ഒന്നാമത്തതിൽ 5 വിഭാഗത്തിലുള്ള മോക്ഷമാണ്. ഈ 7 മോക്ഷം നമുക്ക് എങ്ങനെ കിട്ടും, അത് കിട്ടുമോ എന്ന് ഖുർആൻ എങ്ങനെ പറയുന്നു? ഇതാണ് നജാത്തിന്റെ ബാക്കി ഭാഗങ്ങൾ. അതിന്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ മോക്ഷം കിട്ടിയോ ഇല്ലേ എന്ന് അളക്കാനുള്ള ഒരളവ് പോലും തരും. ആ അളവ് പോലെ വെച്ചിട്ട് 13 അടയാളങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മോക്ഷത്തിലാണ്. 13 അടയാളങ്ങളിൽ എത്ര അടയാളമുണ്ട് അത്ര നമ്മൾ മോക്ഷത്തിലേക്കാണ്, എത്ര അടയാളങ്ങൾ കുറവുണ്ട് അത്ര നമ്മൾ പുറകോട്ടാണ്. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് റീപ്ലാന്റേഷൻ ചെയ്യേണ്ടി വരും. മോക്ഷത്തിന്റെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഉഴുതുമറിച്ച് അതിന് വിത്തിടേണ്ടി വരും. ആ വിത്ത് എങ്ങനെ ഇടും എന്നതാണ് മിൻഹാജ് താലിബി നമ്മളോട് പറയുന്നത്. ബാക്കി പഠിക്കാൻ അല്ലാഹു നമുക്ക് മുസ്ലിം അള്ളാഹു കാണിച്ചു തന്ന വഴിയിൽ അവലംബിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ.